പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ സന്ധ്യാവന്ദനങ്ങൾ ഈ സമയത്ത് എല്ലാവരോടും അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിങ്ങിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കർത്താവിൻ്റെ ദാസൻ പ്രിയ ജെയിംസ് പാസ്റ്റർ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ ഷാജി പാസ്റ്ററിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ഈ സഭയിലേക്ക് ഇവിടെ കടന്നു വരാനുള്ള കാരണം കർത്താവിൻ്റെ ദാസൻ പ്രിയ ജെയിംസ് പാസ്റ്ററും കുടുംബവും പ്രിയ ഡാർലി ആൻറ്റി അടിയൻ റാന്നി വെച്ചുച്ചുറ ബൈബിൾ കോളേജിൽ കർത്താവിൻ്റെ വേലിലായിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആ യാത്രയിൽ ഞങ്ങൾ തുടരുന്ന ആമേൻ ശുശ്രൂഷയിലാണ്. അങ്ങനെ സ്തോത്രം. കോളേജിൻ്റെ അവധിയാണ്, 2 മാസം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ പട്ടണത്തേക്ക് കടന്നു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. 16 വർഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. സ്തോത്രം. കർത്താവ് പെട്ടെന്ന് കഴിഞ്ഞ ഡിസംബർ മാസം ഇതുപോലെ തന്നെ സഭയിൽ വന്ന് ദൈവദാസന്മാർ സ്തോത്രം ആലോചന പറഞ്ഞു. വളരെ വേഗത്തിൽ വാതിലുകൾ തുറക്കുന്നു, ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഒരുങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഒരാഴ്ചയുള്ളിൽ കർത്താവ് എല്ലാം ചെയ്തു. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞതുപോലെ പാസ്റ്റർ രാജ്കുമാറാണ്. എൻ്റെ സ്വദേശം കൊടൈക്കനാൽ, തമിഴ്നാട്ടിൽ കൊടൈക്കനാലാണ് എൻ്റെ സ്വദേശം. 16 വർഷങ്ങളായിട്ട് ഈ പുസ്തകവുമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. തമിഴ്നാട്ടിൽ ജനിച്ച എനിക്ക് കർത്താവ് നിങ്ങളോടൊപ്പം മലയാളത്തിൽ പ്രസംഗിക്കുവാൻ എനിക്ക് ദൈവം അവസരം തന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം അപ്പൻ പഠിപ്പിച്ചതാണ്. ബീലിയാമിൻ്റെ അടുത്ത് സംസാരിച്ച കഴുത ഉണ്ടല്ലോ, ആ കഴുത ബീലിയാമിന് ഏത് ഭാഷ അറിയാമോ ആ ഭാഷയാണ് സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കഴുതയായിട്ട് ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവിൻ്റെ സ്നേഹിൽ. നമുക്ക് വേണ്ടതായ ആലോചനകളെ കർത്താവ് ഇന്ന് രാത്രി സംസാരിക്കുമാറാകട്ടെ. ഞാൻ ഈ UA പട്ടണത്ത് വന്നിട്ട് ആദ്യമായിട്ട് ആത്മാവിൽ ആരാധിച്ച ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടായ്മ. സത്യം തുറന്ന് പറയാണ്, നിങ്ങളെ ആരും പൊക്കാൻ വേണ്ടി പറയുമല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നാട്ടിലെ ആ ഒരു അനുഭവം ഞാൻ ഓർത്ത്. ഞാനിവിടെ നിന്ന് ആത്മാവിൽ ആരാധിക്കുമായിരുന്നു. ആദ്യമായി സത്യം തുറന്ന് പറയുകയാണ്. സ്തോത്രം. ഈ കൂട്ടായ്മയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഒരു തീ ഞാൻ അനുഭവപ്പെട്ടെ. പ്രൈസ് ദി ലോർഡ്. ആദ്യമായിട്ട് ഈ ഹോളിൽ ഇവിടെ വന്ന് ഞാൻ സ്തോത്രം ആമേൻ ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം. ഇതിൻ്റെ പുറകിൽ ചില മുഴങ്ങാലുകൾ ദൈവസന്നിധിയിൽ ആമേൻ രഹസ്യമായി ദൈവത്തെ ആമേൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഇവിടെ നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുകയാണ്. ഐ എം വെരി ഹാപ്പി. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം കിട്ടാതെ ഞാൻ ഒരാഴ്ച ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നു. അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ. സ്തോത്രം. പ്രാരംഭമായി തന്നെ സ്തോത്രം എല്ലാ പുകഴ്ചയും മഹത്വവും മാനവും ഞാൻ കർത്താവിന് അർപ്പിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ദൈവദാസന്മാരായ ഞങ്ങൾ മൺപാത്രങ്ങളാണ്. ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. നമ്മളെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എല്ലാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാതെ ആമേൻ ഒരു സമയത്താണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. സ്തോത്രം. നിങ്ങളെല്ലാവരും വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. അതിന് വചനത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി എളിയവൻ്റെ ജീവിതത്തിൽ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ചെയ്തതായ നന്മകളെ ഞാൻ ഈ രാത്രികാലം ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ജനിച്ച് വളർന്നത് തമിഴ്നാട്ടിലാണ്. സ്തോത്രം. 16 വർഷമായി നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലും ഇപ്പോൾ ഞാനിരിക്കുന്ന റാന്നി പ്രിയ രാജുമേത്ര പാസ്റ്റർ അവരുടെ സെൻട്രലിൽ കഴിഞ്ഞ 4 വർഷമായി ഒരു സഭാ ശുശ്രൂഷകനായി ഒരു ചെറിയ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. 8 വർഷങ്ങളായി ഡൂലോസ് ബിബിളിക്കൽ സെമിനറിയിൽ അക്കാഡമിക് ഡീനായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 16 വർഷമായിട്ട് മാതാപിതാക്കൾ സഹോദരങ്ങൾക്കെല്ലാം ഒരു ടാറ്റ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ അവധിക്കൊന്നും പോകാൻ പറ്റിയില്ല, മമ്മി പപ്പയെ ഒന്നും കാണാൻ പറ്റിയില്ല. സ്തോത്രം. എന്നാൽ ഞാൻ അന്ന് ദൈവസന്നിധിയിൽ യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനുമേൽ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് രുചിച്ചറിയുവാൻ സ്തോത്രം കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ ഇടയാക്കി. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 2
കുഞ്ഞുങ്ങൾ ദാനമായി ദൈവം നൽകി. ഭാര്യ ആമേൻ സ്തോത്രം എന്നോടൊപ്പമുണ്ട്. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ ഞാൻ പോയ ഒരു കൂട്ടായ്മയിൽ ഇത്രയും വലിയൊരു കൂട്ടായ്മയുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ ആദ്യമാണ് തോന്നുന്നത്. സ്തോത്രം. അവിടെ ഇവിടെയുമായിട്ട് കുറേ കൂട്ടായ്മകളൊക്കെ വരുമ്പോൾ മാത്രമല്ല, ഇത്രയും വലിയ കൂട്ടായ്മ ഇരുന്നിട്ട് കാര്യമില്ല, അവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ഇവിടെ. അതാണ് ഒരു പ്രത്യേകത. സ്തോത്രം. ആമേൻ. ഞാൻ വളരെ സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആരംഭമായി പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ്റെ കാര്യത്തിൽ നിങ്ങളും എന്നെ സഹായിക്കണം. നമ്മൾ ഒരുമിച്ചാണ് ഈ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൻ വേണ്ടതെല്ലാം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒരു പുസ്തകം എടുക്കാനുള്ള കാരണം, സ്തോത്രം, ഹിന്ദു കുടുംബത്തിൽ ജനിച്ചതായ അടിയൻ്റെ മാതാപിതാക്കൾ, ആമേൻ സ്തോത്രം, ജനിച്ചത് ഹിന്ദു കുടുംബത്തിലാണ്, എന്നാൽ വളർന്നത് ക്രിസ്തീയ കുടുംബത്തിലായി, അല്ലെങ്കിൽ ക്രിസ്തീയ രീതിയിലാണ് ഞാൻ വളർന്നത്. ജനിക്കുമ്പോൾ ഒരു 5 വയസ്സായ സമയത്ത് എൻ്റെ പിതാവിന് വളരെ ആമേൻ കിടപ്പിലായ ഒരു അനുഭവമായി. ജോലിക്ക് എവിടെയും പോകാൻ പറ്റാതെ. കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണമേ, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അങ്കിൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ 5 വയസ്സായ സമയത്ത് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. വീട്ടിൽ വരുമാനമെല്ലാം നിന്നുപോയി. അപ്പോൾ അമ്മ കാട്ടിൽ പോയി വിറക് പുറക്കി കൊണ്ടുവന്ന് ആ വിറക് കൊണ്ട് വിറ്റാൽ 70 രൂപ കിട്ടും. ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നടത്താൻ അങ്ങനെ ഒരു ജോലിയിലേക്ക് അമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മയുടെ കൂട്ടുകാരികൾ പറഞ്ഞു, നീ നിൻ്റെ ഭർത്താവുമായിട്ട് ഇത്രയും നാൾ അവിടെ ഇവിടെയുമായെല്ലാം പോയി കാണിക്കുമല്ലേ, ഒരു കാര്യം ചെയ്യ്, യേശുവിനെ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് അവർ പറഞ്ഞ അടിസ്ഥാനത്തിൽ അമ്മയ്ക്ക് യേശു എന്ന് വെച്ചാൽ ആരെന്ന് അറിയത്തില്ല, എങ്ങനെ പ്രാർത്ഥിക്കണം ഇതൊന്നും അറിയത്തില്ല. സ്തോത്രം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമ്മ രാത്രി ഇങ്ങനെ മുട്ടയിലിരുന്ന്, യേശുവേ അങ്ങ് ആരാന്ന് അറിയത്തില്ല, എന്നാൽ എൻ്റെ കൂട്ടുകാരികൾ പറഞ്ഞു, അതിൻ്റെ പേരിൽ ഞാനിതാ വിളിക്കുന്നു, ഈ കിടക്കുന്ന എൻ്റെ ഭർത്താവിന് ആയുസ്സും ആരോഗ്യം തന്നാൽ ആയുസ്സും മുഴുവൻ അങ്ങ് അനുഗമിച്ചോളാം എന്ന് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ സംസാരിക്കുകയും രക്ഷപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമം യേശു എന്ന നാമം എന്ന് തമിഴിൽ അപ്പൻ അമ്മയോട് സംസാരിച്ചു. എൻ്റെ അപ്പൻ സ്വർഗത്തിൽ അപ്പൻ അമ്മയോട് സംസാരിച്ചു. ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ടപ്പോൾ അമ്മ ഭയന്ന് പോയി. ഏതാണ്ടോ പിശാചോ പ്രേതമാണെന്ന് പറഞ്ഞാൽ അമ്മ പേടിച്ച് ബ്ലാങ്കറ്റ് എടുത്ത് പോതച്ച് അമ്മ ഇങ്ങനെ വിറച്ച്. ഇതേപോലെ വേറൊരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, നീ പ്രാർത്ഥനയല്ല ചുമ്മാ സംസാരിക്കുന്നത്, നീ യോർദാൻ നദി കടന്നു പോകണമെന്ന്. ഇതും കേട്ടപ്പോൾ അമ്മയ്ക്ക് ഉറപ്പായി ഇത് ഭൂതവും പിശാചവും ഒന്നല്ല, കർത്താവ് സംസാരിക്കുകയാണ്. അന്ന് മുതൽ അമ്മ വലിയ വിദ്യാഭ്യാസമുള്ള മാതാവാണ്. അറിയാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇതുപോലെ IPC ചർച്ചിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഇട്ടതാണ്. അന്ന് മുതലേ ഈ പുസ്തകം എല്ലാം ഞങ്ങൾ വായിച്ച് പഠിച്ച്, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇന്ന് ഞാൻ ഒരു ശുശ്രൂഷകനായി ഈ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കുടുംബത്തിൽ ആമേൻ പ്രാരംഭമായി ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാത്തവർ എൻ്റെ കുടുംബത്തിൽ ആരുമില്ല. പിശാച് ഒരിക്കലും വിടത്തില്ല, നമ്മളും വിടത്തില്ലല്ലോ. നമ്മളാരാ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നാമമഹത്വം. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊക്കെ അതിൻ്റെ രീതിയിൽ. ഞാൻ വിചാരിച്ച നാട്ടിൽ മാത്രമേ ഉള്ളൂ മൈക്കിൻ്റെ പ്രശ്നം, ഇവിടെ ഉണ്ടല്ലേ. സ്തോത്രം, നമുക്ക് ദൈവം നല്ല മൈക്ക് സിസ്റ്റങ്ങളെ തരട്ടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇങ്ങനെ സഭയിൽ വളർന്നു. ഈ യേശു കർത്താവ് യഹോവ നല്ലവനെന്ന് മാതാവ് രുചിച്ചറിഞ്ഞു. പക്ഷേ ഞങ്ങൾ രുചിച്ചറിയുവാനായിട്ട് ദൈവം ഘട്ടമായി ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്നു. പ്രൈസ് ദി ലോർഡ്. സഭയിൽ ഇങ്ങനെ വളർന്നു. ബൈബിൾ സ്കൂളിൽ പോകാനായിട്ട് കർത്താവിൻ്റെ വിളി ആമേൻ അനുസരിച്ച് ബൈബിൾ കോളേജിൽ പോയി. സ്തോത്രം. ബൈബിൾ കോളേജിൽ പോയ സമയത്ത് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എനിക്ക് 2 പാൻറ്റേ ഉള്ളൂ, പാൻറ്റ് ഇടാനില്ല. എനിക്ക് ജീൻസ് പാൻറ്റാണ് ഉണ്ടായിരുന്നത്. കോളേജിൽ ജീൻസ് പാൻറ്റ് ഇടാൻ അനുവാദമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? സ്തോത്രം, യേശു അപ്പച്ചൻ്റെ അടുത്ത് ഒറ്റ തീരുമാനം എടുത്തു. അമ്മയെടുത്ത് അപ്പനെടുത്ത് ഒരു ആവശ്യത്തിന് ഞാൻ വിളിക്കത്തുമില്ല, ചോദിക്കത്തും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആമേൻ സ്തോത്രം, ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് നിന്ന് മനസ്സിലായി, നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അതിനെ ഡീറ്റെയിലായിട്ട് കർത്താവിനോട് നമ്മൾ പറയണമെന്ന് അതിനകത്ത് രേഖപ്പെടുത്തും. അപ്പോൾ ഞാൻ അത് മനസ്സിലപ്പോൾ വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിച്ചു. എങ്ങനെ? ഡാർക്ക് ബ്ലൂ കളർ, 250 രൂപയുടെ വില, 28 സൈസ്, പിന്നെ ഗ്രേറ്റ് കമ്പനി, ഇങ്ങനെ ഞാൻ എഴുതി.
എഴുതിയിട്ട് എനിക്കിന്ന് ഒരു പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ഥലമുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇത് ഡെമോൺസ്ട്രേഷൻ അല്ല, ദൈവത്തിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഡെമോൺസ്ട്രേഷൻ അല്ല, നിങ്ങൾ ഓഡിയൻസും അല്ല, ഞാൻ ആക്ടറും അല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇതിൻ്റെ നായകനായി ഇന്ന് നമ്മളോട് സംസാരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ എനിക്കൊന്നും ഒരു പ്രാർത്ഥിക്കാൻ ബൈബിൾ കോളേജിൻ്റെ മുകളിൽ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഉണ്ടോ? ഇപ്പോൾ ഷാർജയിൽ വന്നപ്പോൾ, ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സ്ഥലം കിട്ടി. എത്ര സൈസിന് അറിയാമോ? കാലണ്ടർ അറിയാമോ? ഈ കാലണ്ടർ പോയി ഇട്ടാൽ എത്ര സ്ഥലം കിട്ടും, അത്ര സ്ഥലം എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അവിടെ പോയി ഞാൻ ഇന്ന് പറയുന്നത്, കാലണ്ടർ എടുത്തുകൊണ്ട് പോവും, അവിടെ ഇടും, മുട്ടയിൽ നിൽക്കും, പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഈ കാലണ്ടർ കൊണ്ടുപോയി അവിടെ തൂക്കിയിടും, വരും. ഇത്രയേ ഉള്ളൂ എനിക്ക് കിട്ടിയ സ്ഥലം. എനിക്ക് അത് മതി. ഇങ്ങനെ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ? നിങ്ങൾക്കൊന്നും ഒരു സെപ്പറേറ്റ് പേഴ്സണൽ ഒരു സ്ഥലം വേണം പ്രാർത്ഥിക്കാൻ. അത് ഇല്ലെങ്കിൽ പോയി, വേറെ ഒന്നും വേണ്ട, അത് മാത്രം മതി, ആ സ്ഥലം മാത്രം മതി. കർത്താവ് മഹത്വം. ആമേൻ, സ്തോത്രം. അങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ബൈബിൾ കോളേജ് യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ ഒരു സ്ഥലത്ത്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ബൈബിൾ കോളേജിൻ്റെ തൊട്ടടുത്ത് ഒരു മരണം സംഭവിച്ചപ്പോൾ അമ്മ ആ മരണം, നിങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചേ, അത് അതിൻ്റെ വാരിലോ, അത് അവിടെ നടക്കും, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അമ്മ ഇവിടെ കാണാനായിട്ട് വന്നപ്പോൾ ഒരു കവർ എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നിട്ട് അമ്മ പോയി. സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അമ്മ പോയി, ഞാനും ക്ലാസ്സിൽ പോയി. എന്നാൽ ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ കവറ് പതുക്കെ ഞാൻ തുറന്ന് നോക്കുകയാണ്. ചിപ്സ്, ബിസ്ക്കറ്റ്, മിച്ചർ, ഹൽവ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അകത്തേക്ക് വേറൊരു കവർ ഉണ്ടായിരുന്നു. ആ കവർ വലിച്ചെടുത്തപ്പോൾ ഗ്രേറ്റ് കമ്പനി, ഡാർക്ക് ബ്ലൂ, 28 സൈസ്, 250 രൂപയുടെ വില. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആ വലിയ വിദ്യാഭ്യാസം ഇല്ലാതെ എൻ്റെ അമ്മയോട് ഞാൻ ഡയറിക്കകത്ത് എഴുതി 6 പറഞ്ഞു. 2 പാൻറ്റ് എനിക്ക് കിട്ടി. ഗ്രീൻ കളർ പാൻറ്റും കിട്ടി, ബ്ലൂ കളർ പാൻറ്റും കിട്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവ നല്ലവനെന്ന് അമ്മ രുചിച്ചറിഞ്ഞാൽ പോരാ, ഞാൻ രുചിച്ചറിയണം. ഞാൻ സേവിക്കുന്ന ദൈവം ആരാ എന്ന് ഞാൻ വ്യക്തിപരമായി രുചിച്ചറിയണം. ശുശ്രൂഷയ്ക്ക് കടന്നു വന്നു. ഒത്തിരി അനുഭവം. അതിൻ്റെ ഇടയ്ക്ക് ബൈബിൾ കോളേജ് ഒത്തിരി കാര്യങ്ങൾ നടന്നു, അതെല്ലാം പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട്. ശുശ്രൂഷയ്ക്ക് വന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട 2 മക്കളെ തന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 2 മക്കളെ തന്നു. അപ്പോൾ വൈഫ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, പപ്പ നാളെ പിള്ളേർക്ക് കൊടുക്കാൻ 11 മണിക്ക് സ്നാക്സ് വേണം, 12:30 കഞ്ഞി ഉണ്ട്, പക്ഷേ കറി കൂട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, പ്രാർത്ഥിക്കാം. ഞങ്ങൾ പ്രാർത്ഥിച്ചു. വൈകിട്ട് 8:30 മണിക്ക് പ്രാർത്ഥിച്ചു, കിടന്നു. രാവിലെ ഒരു 7:30 ആയപ്പോൾ ഒരാൾ ഫ്രണ്ട് വാതിൽ വഴി അല്ല, ചുറ്റി വന്ന് ബാക്ക് വാതിൽ വഴി, ഹലോ തുറക്കണമേ. ആരാ? ആൻറ്റി. വൈഫാണ് തുറന്നത്. എന്താ? നിങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി 3 ദിവസം ഈ പച്ചക്കറി എൻ്റെ കയ്യിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്, ക്ഷമിക്കണം, ഇത് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വെച്ച് കൊടുക്കണം. 7:30 മണിയായപ്പോൾ 8:30 മണിയായപ്പോൾ വേറൊരാൾ വന്ന് ഫ്രണ്ട് വാതിൽ തട്ടുകയാണ്. വാതിലല്ല, ജനൽ. പറയാണ് അകത്ത് കയറാൻ സമയമില്ല, ഇത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കണം. അവൽ ബന്ന്, മിച്ചർ, മുറുക്ക്, ബിസ്ക്കറ്റ് എല്ലാം ഉണ്ടായിരുന്നു. 8:30 ആയപ്പോൾ, ഇത് 1924 75 നടന്നതല്ല, 2015 16 നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഇന്ന് നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഈ ദൈവം ഈ ജനറേഷനിലും നമ്മളോടുകൂടെ പ്രവർത്തിക്കാൻ ശക്തനാണെന്നാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? ഈ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശുശ്രൂഷയിൽ ദൈവം മാനിച്ചു. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തു. ദൈവനാമത്തിന് വേണ്ടി ഈ രാത്രികാലം ഞാനിത് പറയുകയാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ എന്നും അവൻ്റെ ശക്തി എന്താണെന്നും വ്യക്തിപരമായി രുചിച്ചറിയാത്തത്തോളം ഈ മരുഭൂമിയിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിന്നെ കർത്താവേ സ്തോത്രം. ഈ കർത്താവ് ആരാ എന്ന് വെച്ചാൽ തീക്കകത്ത് ഇറങ്ങാതെ 4മത്തവനെ കാണാൻ പറ്റത്തില്ല. തീ വേണ്ടാമെന്ന് നമ്മൾ പ്രാർത്ഥിക്കരുത്. ബൈബിൾ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. പ്രശ്നങ്ങളെ കർത്താവ് അനുവദിച്ചിരിക്കുന്നത് നമ്മളെ ഒന്ന് അതിനകത്ത് കൂടെ കടത്തി വെളിയിലെടുക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പ്രശ്നത്തിൽ ഇന്ന് രാത്രി എൻ്റെ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, പ്രശ്നത്തിലോ വിഷമത്തിലോ ഭാരത്തിലോ കടം ഭാരത്തിലോ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലോ ഏത് വിഷയത്തിലൂടെ നിങ്ങൾ ദുഃഖത്തോടെ നിങ്ങൾ ഈ ഹോളിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും ആമേൻ, നിങ്ങളോട് ഞാൻ
പറയട്ടെ, ഈ പ്രശ്നം ദൈവം അനുവദിച്ചിട്ടാണ് വന്നത്. കാരണം സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ദൈവകൃപ എനിക്ക് പകരണമേ. പ്രശ്നം മാറാൻ പ്രാർത്ഥിക്കേണ്ട, ഈ പ്രശ്നത്തിനകത്ത് ഇതിനെ ജയിക്കുവാനുള്ള ദൈവകൃപ എനിക്ക് പകരണമേ. ഇതാണ് ചെയ്യേണ്ടത്. സ്തോത്രം. അപ്പോൾ അമ്മ രുചിച്ചറിഞ്ഞു പോരാ, നമ്മൾ രുചിച്ചറിയണം. പപ്പായും മമ്മിയും കൈയടിച്ച് ആരാധിക്കുന്നത് പോരാ, നമ്മളറിയണം നമ്മുടെ യേശുപ്പച്ചൻ ആരാന്ന്. ഈ കുഞ്ഞു പ്രായം മുതൽ നിങ്ങൾ ആരംഭിച്ചോ? നിങ്ങളോടൊപ്പം യേശുപ്പച്ചനുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഈ കർത്താവ് എൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ ഒരുപാട് അനുഭവത്തിലൂടെയാണ് എന്നെ കർത്താവ് കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. അതൊന്നും ഒറ്റ മണിക്കൂറൊന്നും ഇതൊന്നും പറഞ്ഞ് തീരത്തില്ല പ്രിയരെ. സ്തോത്രം. എന്നാൽ എനിക്കൊരു ഉറപ്പുണ്ട്, ആരാധിക്കുന്ന ഈ ഫുജേര ചർച്ച് ഓഫ് ഗോഡ് സഭയ്ക്കകത്ത് സ്തോത്രം, ഇന്ന് രാത്രി ചില പ്രാർത്ഥനകളുടെ മറുപടി ഇവിടെ ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ ചില ഹൃദയങ്ങൾ ഇന്ന് രാത്രി തുറക്കപ്പെടും. ആമേൻ. സ്തോത്രം. രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ ചില ശുഭവാർത്തകൾ ഫോൺ കോളുകളായി, മെസ്സേജുകളായി നിങ്ങളുടെ ഫോണുകളിൽ വരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചില ശുഭവാർത്തകൾ, ചില ആൻസേഴ്സ്, ചില റിപ്ലൈസ്, ചില റിപ്പോർട്ട്സ് 6 മണിക്ക് മുമ്പ്, നാളെ രാവിലെ 6 മണിക്ക് മുമ്പ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നതായ ഈ ഒരു സമയം, മേക്ക് ഇറ്റ് എ യൂസ്ഫുൾ വൺ. യൂട്ടിലൈസ് ഇറ്റ് ഇൻ എ റൈറ്റ് വേ. ദൈവം നിങ്ങളെ ശക്തമായി, നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം ഉറപ്പിക്കും. പ്രശ്നം മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. എന്നെ ഈ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഈ കഴുതയെ കർത്താവ് ഇത്രത്തോളം ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ശ്രേഷ്ഠന്മാരാണ്, നിങ്ങളെല്ലാം അഭിഷക്തന്മാരാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ എൻ്റെ കർത്താവ് ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇതിലും അധികമായി അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയ്ക്ക് വേണ്ടി അധികമായി ചെയ്യുവാൻ ഈ സ്വർഗം ഇന്ന് രാത്രിയും വളരെ അലർട്ടാണ്. മയങ്ങാത്തവൻ 24 മണിക്കൂറുകളും നമുക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്തോത്രം, ഒരു ഓർഗനൈസേഷൻ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ 24 മണിക്കൂറും 24 മണിക്കൂറും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്തോത്രം ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരെ പരിശോധിക്കാൻ ഒരു ലാബ് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. സ്തോത്രം. കഫം കണ്ടുപിടിക്കാനും, കഫത്തിൽ നിന്ന് അനലൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ തുപ്പലിൽ നിന്നും സ്തോത്രം നമ്മുടെ രക്തത്തിൽ നിന്നും കണ്ടുപിടിച്ച് നമുക്ക് എന്താ രോഗമെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഭൂമിയിൽ മെഷീനുകളെല്ലാം കണ്ടുപിടിച്ച്, പക്ഷേ കണ്ണുനീരെയും ദീർഘശ്വാസത്തെയും കണ്ടുപിടിക്കാൻ, അതിനെ അനലൈസ് ചെയ്യാൻ സ്വർഗത്തിൽ മാത്രമേ ഒരു മെഷീൻ ഉണ്ട് പ്രിയരെ. ഇന്ന് രാത്രി എൻ്റെ കുഞ്ഞ് എന്തിനാണ് കരയുന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ ദീർഘശ്വാസത്തിൻ്റെ കാരണം എന്താണ്, എൻ്റെ മകൻ്റെ വേദനയുടെ കാരണം എന്താണെന്ന് അനലൈസ് ചെയ്ത് അതിനു വേണ്ടതായ മരുന്ന് നൽകുവാൻ സ്വർഗം തയ്യാറായിട്ടിരിക്കുകയാണ്. സ്തോത്രം. യുവർ കറന്റ് സിറ്റുവേഷൻ ഈസ് നോട്ട് യുവർ പെർമനന്റ് സിറ്റുവേഷൻ. ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കറന്റ് സിറ്റുവേഷൻ ഈസ് നോട്ട് യുവർ പെർമനന്റ് സിറ്റുവേഷൻ. ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ നിങ്ങളുടെ നിരന്തരമായ അവസ്ഥയല്ല. സ്തോത്രം. ഹല്ലേലൂയ. 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 ഇതും കടന്നു പോകും, ഈ സാഹചര്യവും കടന്നു പോകും. ഈ വേദന ഞാൻ ജയിക്കും, ഈ ഭാരത്തെ ഞാൻ ജയിക്കും, ഈ വിഷമത്തെ ഞാൻ ജയിക്കും. ഞാനിപ്പോൾ അതിജീവിക്കുന്ന, ഇപ്പോൾ ഞാൻ നേരിടുന്ന ഈ പ്രശ്നത്തെ ഞാൻ ജയിക്കും. റിബാ ലബ റബ ശന്ദന രഗഡഗന അത്തരെ രബലബല റബോ ശ്യാന്തരെ അസ്തന രഗഡഗന അന്ധരെ രബനമന അന്ധരെ രബ. ഞാനിത് ജയിക്കും. റബല ശന്തല റബ. നീതിയോട് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, സത്യസന്ധതയെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഒരു കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ വിശ്വസ്തതയെ ഒരു കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ നേരെ ഒരു കണ്ണ് കണ്ടുകൊണ്ടിരിക്കുന്നു. റബ ലബ ശന്തല രഗഡഗന അഥന രഗഡഗ അന്ധന രഗഡഗ ശന്തരെ രബലബല ബൗദ്ധിയാന്തരെ രബനമൗദ്ധിയാന്തര. God's best comes last. God's best comes last. ദൈവം തരുന്നതായ ശ്രേഷ്ഠമായത് അത് എപ്പോഴും ഏറ്റവും ഒടുവിലാണ് വരുന്നത്. അഥനാ രഗഡഗ ശന്തരേ രബനമൗദ്ധിയാന്തര അസ്തരേ രഗഡഗ ശന്തല രഗഡഗമന അന്ധരേ രബന ബലരബൗഷ്യാന്തര രബ. God's best comes last.
ദൈവം തരുന്നത് എപ്പോഴും താമസിച്ചായിരിക്കും, പക്ഷെ ബെസ്റ്റ് ആയിരിക്കും. പ്രൈസ് ലോ. നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് താത്തുവയ്ക്കാമോ? ഇന്ന് ഈ രാത്രികാലം താത്തുവയ്ക്കാമോ? സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടതിനെയൊക്കെ നമ്മൾ ഓക്കെ പറഞ്ഞ് വെച്ചിട്ട് അത് കൊണ്ടുപോയി ദൈവസന്നിധിയിൽ വെച്ച് ഇതിനെ ഒന്ന് സാധിപ്പിച്ച് താ കർത്താവേ, ഇതൊന്ന് പാസ്സാക്കി കർത്താവേ, ഇതിനെ ഒന്ന് നോ 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 നോ. സ്തോത്രം 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 സ്തോത്രം. പല ജോലി മേഖലകളിൽ കർത്താവേ, ഈ ആമേൻ സ്തോത്രം ചാൻസ് എനിക്ക് കിട്ടിയില്ലല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വന്നില്ലല്ലോ എന്ന് അനേകർ സ്തോത്രം നിങ്ങൾ കാത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആമേൻ വിഷമത്തോടിരിക്കുന്നു. ആമേൻ സ്തോത്രം. നിങ്ങളോട് അഭിഷക്തനായി ദൈവത്തിൻ്റെ ദാസനായി എളിയദാസൻ നിന്നുകൊണ്ട് പറയുകയാണ്, അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്ന് ആമേൻ സ്തോത്രം അവസരമായി ഇരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നത്. Keep on pray. Hallelujah, hallelujah. സ്തോത്രം. ദൈവവചനത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാ ഞാനൊരു പ്രസംഗം തയ്യാറാക്കിക്കൊണ്ട് വന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് സ്തോത്രം ആ ഒരു വചനത്തിലേക്ക് എൻ്റെ കണ്ണുകളെ ആമേൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. സ്തോത്രം. 1 പത്രോസിന്റെ ലേഖനം ആമേൻ സ്തോത്രം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ. സ്തോത്രം. കാണാപ്പാടമായിട്ട് നമുക്ക് അറിയാവുന്ന വാക്യമായല്ലേ? ആമേൻ സ്തോത്രം. ഇനി ആരും ബൈബിൾ വായിക്കേണ്ട, ആരെങ്കിലും ഒരാൾ എന്നെ വായിച്ച് സഹായിക്കണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചപ്പോൾ നമ്മെക്കുറിച്ച് ബൈബിൾ സ്തോത്രം വിളിക്കുന്ന ആ ഒരു ആമേൻ സ്തോത്രം ഒരു ഡിസൈഗ്നേഷൻ അല്ലെങ്കിൽ ഒരു റോള് അല്ലെങ്കിൽ ഒരു പദവി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജകീയ പുരോഹിത വർഗമാണ്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച, ഇനി ആരും ബൈബിൾ വായിക്കേണ്ട, ബൈബിൾ വായിക്കേ വേണ്ട, വേണ്ട വേണ്ട മതി. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകത്തിന് ശ്രേഷ്ഠന്മാരെ വേണം, മിടുക്കന്മാരെ വേണം, സ്തോത്രം കഴിവുള്ളവരെ വേണം, സംസാരിക്കാൻ അറിയാവുന്നവരെ വേണം, സ്തോത്രം പഠിച്ചവരെ വേണം, കാണാൻ ഇച്ചിരി സ്മാർട്ടായിട്ടുള്ളവരെ വേണം. പക്ഷേ സ്തോത്രം ബൈബിളിൽ ഒടുക്കത്തവനെ ഒന്നാമത്തവനാക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ ഉപയോഗം കഴിഞ്ഞെടുത്ത് നമ്മൾ ആമേൻ കളയുന്നത് പോലെ സ്തോത്രം അനേകർ ഈ കൂട്ടായ്മക്കകത്ത് ആമേൻ അങ്ങനെ ഒരു അവസ്ഥയിൽ കടന്നു പോകുന്നതായിട്ട് പരിശുദ്ധാത്മാവ് കാണിക്കുകയാണ്. ആവശ്യം കഴിഞ്ഞപ്പോൾ നിങ്ങളെ എടുത്ത് കളഞ്ഞതുപോലെ ആമേൻ വേദനയോട് വിഷമത്തോടിരിക്കുന്ന ദൈവജനമേ, ഇന്ന് രാത്രികാലം ആമേൻ കളഞ്ഞ നിങ്ങളെ എനിക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവ് കൈനീട്ടി എടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഏ എന്ന് ശ്വാസം എടുത്ത് സു എന്ന് ശ്വാസം വിട്ട് ഈ ഹോളിനകത്ത് ആമേൻ ദൈവസന്നിധിയിൽ നിങ്ങൾ ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ്. എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ ആമേൻ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ, രാവിലെ എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ചൊവ്വനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ, വേണ്ടവണ്ണം ബൈബിൾ വായിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഒരു വിഷമം നമ്മുടെ ഹൃദയത്തിൽ വരുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥിക്കാത്തവൻ ആമേൻ ഒരു കുഴപ്പമില്ല. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് അകത്ത് ഇല്ലാത്തവൻ അവൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും വിഷയമല്ല, ബൈബിൾ വായിച്ചില്ലെങ്കിലും വിഷയമല്ല, അവൻ സത്യം സംസാരിച്ചില്ലെങ്കിലും വിഷയമല്ല, എങ്ങനെ ജീവിച്ചാലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവൻ ഒരു വിഷയമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെട്ടവൻ അവൻ രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇവിടെ ഒരു നെഞ്ചെടുപ്പ്, എനിക്ക് രാവിലെ വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, എനിക്ക് വേണ്ടവണ്ണം ബൈബിൾ വായിക്കാൻ പറ്റിയില്ല, എൻ്റെ അപ്പനോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇത് അവൻ വെള്ളമില്ലാതെ പിടയ്ക്കുന്ന ഒരു മീനിനെ പോലെ വെള്ളത്തിനായി ആമേൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ആമേൻ സ്തോത്രം ഓടുവാനായിട്ട് ദൈവത്തോടു കൂടെ ചേരുവാനായിട്ട് ആമേൻ സ്തോത്രം ആമേൻ ഉണ്ടാകുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെന്ന് അർത്ഥം. അങ്ങനെ എത്ര പേർക്ക് അനുഭവമുണ്ടോ? ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഞങ്ങളെല്ലാം വെറും മൺപാത്രങ്ങളാണ്. ഇത് ഡെമോൺസ്ട്രേഷൻ അല്ല. ഞാനിവിടെ ഇരിക്കുന്നത് സ്റ്റേജ് അല്ല, ഞാൻ ആക്ടറുമല്ല, നിങ്ങൾ ഓഡിയൻസുമല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമ്മളോടുകൂടെ പരിശുദ്ധാത്മാ ഇന്ന് രാത്രി സംസാരിക്കുമാറാകട്ടെ. അന്ധകാരത്തിന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് ആമേൻ സ്തോത്രം ആമേൻ ആരാണ് നമ്മൾ? രാജകീയ പുരോഹിത വർഗമാണെന്ന് ഈ പുസ്തകം
നമ്മെ വിളിക്കുമ്പോൾ, ഓ സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. കൂടെ ആരാധിക്കുന്ന, കൂടെ ജോലി ചെയ്യുന്ന നാട്ടിലുള്ളവർ, ഈ പട്ടണത്തിലുള്ളവർ നിന്നെ എന്തൊക്കെയോ വിളിച്ചു, എന്തോ സംസാരിച്ചു, നിന്നെക്കുറിച്ച് വിലയില്ലാതെ അവർ കാണുന്നു. ഇങ്ങനൊക്കെ അവർ നിന്നെ എന്ത് വിളിച്ചാലും വിഷയമല്ല. ബൈബിൾ, ഈ വേദപുസ്തകം രാജാക്കന്മാരെ നമ്മെ വിളിക്കുന്നു. എൻ്റെ സ്വർഗം എന്നെ രാജാവായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫിനാൻഷ്യലി ഐ മേ ബി എ പുവർ. ഞാൻ സാമ്പത്തികമായി ഞാൻ ഒരുപക്ഷെ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. അല്പം എനിക്ക് സാമ്പത്തികം കുറവാണ്, ശാരീരികമായി എനിക്ക് ആരോഗ്യം അല്പം കുറവാണ്, കഴിവിൽ എനിക്ക് അല്പം ഞാൻ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഉണ്ടായിക്കോട്ടെ, വിഷയമല്ല. എന്നെക്കുറിച്ച് ബൈബിൾ, ദൈവത്തിൻ്റെ വചനം, കർത്താവ് എന്നെ എങ്ങനെയാണ് വിളിക്കുന്നത്? രാജകീയ പുരോഹിത വർഗമാണ്. ഈ രാജകീയ പുരോഹിത വർഗം ഇതിനു മുമ്പ് എവിടെയായിരുന്നു? അന്ധകാരത്തിലായിരുന്നു, യേശുവില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു, വിടുതലില്ലായിരുന്നു, ആമേൻ, ആനന്ദമില്ലായിരുന്നു, ആമേൻ, സ്തോത്രം, നന്മകളും ഉയർച്ചകളും ഒന്നുമില്ലാത്ത സമയത്ത്, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, എനിക്കിനി ആവശ്യമെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പ്രയോജനവും നമ്മെ കൊണ്ട് ഇല്ല എന്നിട്ടും ഈ അപ്പൻ നമ്മെ അന്വേഷിച്ച് വന്നതാ. ഈ കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്നതാ. കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നതാണ്. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ആമേൻ. സ്വിച്ച് ബോർഡിൻ്റെ അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ഒരു ആവശ്യം വേറെ, പേനയുടെ ആവശ്യം വേറെ, മൊബൈൽ ഫോണിൻ്റെ ആവശ്യം വേറെ, ആമേൻ, സ്തോത്രം, ഡയറിയുടെ ആവശ്യം വേറെ, ചെയറിൻ്റെ ആവശ്യം വേറെ, മൈക്കിൻ്റെ ആവശ്യം വേറെ. ഇങ്ങനെ ഓരോരോ ഉപകരണങ്ങൾക്കും വ്യത്യസ്തമായി, ആമേൻ, ആവശ്യമുള്ളതുപോലെ ഏതോ ഒരു ആവശ്യം ദൈവത്തിന് നമ്മെക്കുറിച്ച് ചെയ്യുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്, ആമേൻ, സ്തോത്രം, നല്ലവൻ എന്ന് വിശ്വസിച്ച്, സത്യസന്ധൻ വിശ്വസിച്ച്, അപ്പൻ വിശ്വസിച്ച്, നമ്മെ നമ്പി, നമ്മെ വിശ്വസിച്ച് ഈ തോട്ടത്തിനകത്ത് കൊണ്ട് നട്ടുവച്ചിരിക്കുകയാണ്. ഓ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, ഒരു ദിവസം പോലും എനിക്കൊരു നല്ല ദാസനായി അങ്ങേക്ക് നിൽക്കുവാൻ കഴിഞ്ഞില്ലല്ലോ അപ്പാ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഒരു ദിവസം പോലും നിൽക്കാൻ കഴിഞ്ഞില്ലല്ലോ. എൻ്റെ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, എൻ്റെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ച് ഞാൻ തൃപ്തനാണ്, ഞാൻ സന്തോഷനാണ്. എന്നാൽ ഞാൻ കാണുന്ന പ്രകാരമല്ലല്ലോ എൻ്റെ ദൈവം എന്നെ കാണുന്നു. ഒരു അധ്യാപകൻ ഇപ്രകാരം പിയാനോ പഠിപ്പിച്ചു. ഒരു കുഞ്ഞിനെ നല്ലവണ്ണം പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അവൻ പഠിപ്പിച്ചു. അവൻ, സ്തോത്രം, ഒരു ദിവസം അവൻ പഠിപ്പെല്ലാം കഴിഞ്ഞ ശേഷം അവൻ്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജിൽ കൊണ്ടുപോയി വലിയൊരു ഡെമോൺസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായി ആ കുഞ്ഞ് വായിച്ചു. എല്ലാവരും കൈകളടിച്ച് നല്ലവണ്ണം, ആമേൻ, സ്തോത്രം, അവനെ പ്രോത്സാഹിപ്പിച്ചു, അപ്രീഷിയേറ്റ് ചെയ്തു. ആമേൻ, സ്തോത്രം. എന്നാൽ ആ കൂട്ടത്തിൻ്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ അവസാനം, ആ കൂട്ടത്തിൽ ഒരേ ഒരു വ്യക്തി മാത്രം ഒന്നും ചെയ്തില്ല, കൈയടിച്ചില്ല, ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ഇരുന്നപ്പോൾ വേറെ ആരുമല്ല, ഈ കുഞ്ഞിനെ പിയാനോ പഠിപ്പിച്ച സാറാണ്, അധ്യാപകനാണ്. ഏറ്റവും പുറകിൽ നിന്ന് അദ്ദേഹം അനങ്ങാതിരിക്കുകയാണ്. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ ശേഷം ഈ, ആമേൻ, സ്തോത്രം, കുഞ്ഞ് ഓടിച്ചെന്ന്, സാറേ എന്തു പറ്റി സാറേ? എല്ലാവരും കൈയടിച്ചു, എല്ലാവരും എന്നെ അപ്രീഷിയേഷൻ ചെയ്തു, ഞാൻ നന്നായിട്ടല്ലേ വായിച്ചത്, എന്ത് സാറേ മിണ്ടാതിരുന്നത്, എന്തു പറ്റി? മോനെ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. നമ്മൾ തൃപ്തരാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ വിശുദ്ധിയിൽ നമ്മൾ തൃപ്തരാണ്. നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴിയിലെല്ലാം നമ്മൾ തൃപ്തരാണ്. അപ്പൻ പറയാണ്, മോനെ, ഞാൻ നിന്നെ വിളിച്ചു, വേണ്ടതുപോലെ നീ വന്നില്ലല്ലോ. ഈ രാത്രികാലം ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ഈ രാത്രികാലം ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ, ഈ രാത്രികാലം ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. മോനെ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ലടേ, മോളെ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല. ഓ റബ ലബ റബ 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 ശന്തല റബ ലബ. ആ കുശവൻ ആ പാത്രത്തെ അവൻ ചീത്തയായിട്ട് പോലും അവൻ കളഞ്ഞില്ല. തനിക്ക് തോന്നിയതുപോലെ വേറൊരു പാത്രമായി ആക്കി ഇവിടെ ഇരുത്തിയിരിക്കുകയാണ്. വലിയ വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും കേട്ടിട്ടാണ് ഈ പട്ടണത്തിലേക്ക് നമ്മൾ വന്നത്. എന്നാൽ അനേക വാഗ്ദത്തങ്ങൾ, ആമേൻ, അതിൻ്റെ അഡ്രസ്സ് പോലില്ല. അതിന് കാരണകർത്താവ് ദൈവമല്ല, നമ്മളാണ്. വേണ്ടതുപോലെ ഈ പാത്രം അപ്പൻ്റെ കയ്യിൽ അവൻ വണയാനായിട്ടിരുന്ന സമയത്ത് വിട്ടുകൊടുത്തില്ല, അത് ചീത്തയായി പോയി.
വലിയ പദ്ധതികളുമായിട്ട്, വലിയ ആഗ്രഹങ്ങളുമായിട്ട് ഈ ദൈവം നമ്മെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഈ വെളിച്ചത്തിലേക്ക് വന്നതിന് ശേഷം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? അന്ധകാരത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുമായിരുന്നു. കണ്ണുണ്ട്, എന്നാൽ കാണാൻ പറ്റത്തില്ല. കാലുകളുണ്ട്, എന്നാൽ നമുക്ക് നടക്കാൻ കഴിയില്ല. കാരണം അന്ധകാരമാണ്, ബന്ധനമാണ്, ഇരുട്ടാണ്. അവിടെ സമാധാനമില്ല, വെളിച്ചമില്ലാതിരുന്നു. പക്ഷേ അന്ധകാരത്തിന് പുറത്ത് കൊണ്ടുവന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വെച്ചപ്പോൾ ഇവിടെയും കൈകെട്ടി തന്നെ ഇരിക്കുകയാണ്, ഇവിടെയും കണ്ണടച്ച് തന്നെ ഇരിക്കുകയാണ്, ഇവിടെയും ബന്ധനത്തിലാണ്. നോ 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 നോ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പറയാണ്, അന്ധകാരത്തിൽ നിന്ന് എൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചതിൻ്റെ പ്രധാന നോക്ക് അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. നിന്റെ വാനി ഒന്ന് അവൻ വിശാലത്തിൽ തുറക്കെ. നിനക്ക് ദൈവം തന്നിരിക്കുന്ന അവസരത്തിൽ അവൻ സ്തുതിയും സ്തോത്രവും ഒരു ആയുധമായി മാറട്ടോ. എന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ യേശുവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പണ്ട് പാസ്റ്ററിനെ ഇട്ട് തല്ലും, ഇപ്പോൾ പാസ്റ്ററിനെ ആരൊക്കെ തല്ലും അവരെ പിടിച്ച് തല്ലും. അപ്പോൾ തല്ലുന്ന സ്വഭാവം അവിടെ ഇരുന്നപ്പോഴും ഇവിടെ ഇരുന്നപ്പോഴും സെയിം. വ്യത്യാസം എന്തുവാ? അവിടെ ഇരുന്നപ്പോൾ പാസ്റ്ററിനെ തല്ലും. എവിടെ? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പാസ്റ്റർമാരെല്ലാം പിടിച്ച് തല്ലും. മനസ്സിലായല്ലോ? ഓക്കെ. ഇപ്പോൾ രക്ഷിക്കപ്പെട്ട് ചർച്ചിനകത്ത് വന്നു, പാസ്റ്ററിനെ ആരെല്ലാം തല്ലുന്നു അവന്മാരെല്ലാം പിടിച്ച് തല്ലും. മനസ്സിലായോ? സ്തോത്രം. അപ്പോൾ അന്ധകാരത്തിലിരിക്കുമ്പോൾ ബന്ധനത്തിലായിരുന്നു, കണ്ണ് കാണത്തില്ല. നോ 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 നോ. സ്തോത്രം. ചില എക്സ്ക്യൂസുകൾ നമ്മൾ സ്വയം വരുത്തി. ആലയത്തിനകത്ത് ഞാൻ പണ്ട് അങ്ങനെ ആയിരുന്നു, പണ്ട് ഇങ്ങനെ ആയിരുന്നു. ഇല്ല, ആമേൻ, നമ്മൾ എത്ര ആമേൻ സ്തോത്രം ഹല്ലേലൂയ, പണ്ട് നമ്മൾ എങ്ങനത്തെ ഉള്ളവരായിരുന്നാലും പെട്ടത്തിനകത്ത് വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ നോക ആമേൻ സ്തോത്രം തരുന്നത് കഴിച്ചുകൊണ്ട് അവിടെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുവാനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് പകരട്ടെ. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ആമേൻ സ്തോത്ര 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 ആമേൻ സ്തോത്ര സ്തോത്ര ആമേൻ സ്തോത്ര സ്തോത്ര ഹല്ലേലൂയ. ആമേൻ ഒട്ടകമായാലും അടങ്ങി തന്നെ ഇവിടെ ഇരിക്കണം. സ്തോത്രം. സിംഹമായാലോ പച്ച പുല്ല് ഒന്നും തിന്നത്തില്ല. നോ, ഇതിനകത്ത് വന്നാൽ ഈ പുല്ല് തിന്നണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒരേ ആകാരമാണ്. ഞാൻ ഇതിനകത്ത് അടങ്ങിയിരിക്കും. അന്ധകാരത്തിൽ നിന്ന് ദൈവം ഈ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത് പ്രൈസ് ദി ലോർഡ് അന്ന് എങ്ങനെ ഇരുന്നോ അതേപോലെ തുടരാനല്ല. തുടരാണെങ്കിൽ പിന്നെ എന്തിനാ കർത്താവ് വിളിച്ചത്? കം ടു ദ ഔട്ട് ഓഫ് ദിസ് ബൗണ്ടറി. നമ്മൾ തന്നെ സ്വയം വരച്ചിരിക്കുന്ന ചില ബൗണ്ടറീസ് ഉണ്ട്. ആ ബൗണ്ടറീസിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നമുക്കിന്ന് പുറത്തു വരാം. പ്രൈസ് ദി ലോർഡ്. ദൈവം കാണുന്നതായ രീതി വേറെ. ആമേൻ. അനേക പ്രതീക്ഷകളോട് ഒത്തിരി പ്രദേശങ്ങളോട് അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിപ്പിച്ചത് പ്രൈസ് ദി ലോർഡ് പത്രോസായിട്ടും പൗലോസായിട്ടും കർത്താവിന് വേണ്ടി ദാനിയേലായിട്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം സഭയ്ക്കകത്ത് ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ അവൻ ഉദ്ദേശം, യഥാർത്ഥ ഉദ്ദേശം അപ്പാ ഇന്ന് രാത്രികാലം എളിയവനെ സമർപ്പിക്കുന്നു. ഞാൻ ഒന്നുമില്ല, പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അന്തലേ രഗടക അസ്തദാരഗടകന അന്തലേ രബന മൗഷിയാന്തല റീബഖബര ബൗദിയാന്തല റിബി. മനസ്സിലായോ? ഈ അന്ധകാരത്തിൽ നിന്ന് സ്തോത്രം നമ്മളിപ്പോൾ അത്ഭുത പ്രകാശത്തിലേക്കാ. പിശാച് എപ്പോഴും പറയും, നീ അന്ധകാരത്തിലാ, നീ ബന്ധനത്തിലാ, നിന്നെ ആർക്കും ഇഷ്ടമല്ല, നിനക്കെതിരായി ആരാണ്ടോ എന്തൊക്കെയാണ്ടോ ചെയ്തു. സ്തോത്രം ഹല്ലേലൂയ. നീ ഒന്നും മിടുക്കനല്ല, നിനക്കൊന്നും അറിയില്ല. ഇങ്ങനെ ആമേ സ്തോത്രം ഇതെല്ലാം പറഞ്ഞ് പിശാച് നമ്മെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആ ആനയെ വളർത്തുന്നത് ഈ പാപ്പാന് സ്തോത്രം ഹല്ലേലൂയ ഒരു ദിവസം ഈ ആന പിടിച്ച് എന്ത് ചെയ്യും? ചവിട്ടും അല്ലേ? നമ്മൾ പറയും ആനയ്ക്ക് മത ഇളകി അല്ലെങ്കിൽ ആനയ്ക്ക് വട്ട് പിടിച്ചെന്ന് പറയും. സത്യത്തിൽ വട്ട് പിടിച്ചതല്ല, അന്നാണ് വട്ട് പോയത്. ഇത്രയും നാളും ഇത്രയും ശക്തിയുള്ള ഞാനാണ് ഈ കൊച്ചു പാപ്പൻ പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്നു.
ശത്രു ചിലത് പഠിപ്പിച്ച് വച്ചിട്ടുണ്ട് തോട്ട് പാറ്റേണായിട്ട്. നീ ഇങ്ങനെ തന്നെ, നിനക്ക് ഇങ്ങനെ തന്നെ, നീ ഇങ്ങനെ തന്നെ. ഇല്ല, സ്വർഗത്തിൻ്റെ തോട്ട് പാറ്റേൺ വേറെയാണ്. അവൻ പഠിപ്പിച്ചത് ഇല്ല. തിരിച്ചറിയ്, ആരാധിക്കുന്ന ദൈവ പൈതലെ തിരിച്ചറിയ്. നിന്റെ ആരാധനയ്ക്കകത്ത് ശക്തിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തിയുണ്ട്. നീ ഒന്ന് എഴുന്നേക്ക്. ആമേൻ. ശത്രു നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാല പരിശുദ്ധാത്മാവ് മായ്ക്കട്ടെ. റബ ലബ റബ ശന്ദ റബ റിബി ഖമ നമ റബ. യേശുവിന്റെ നാമത്തിൽ അതരങ്ങൾ തുറന്ന് അടുത്ത ലെവലിലേക്ക് ദൈവം എന്നെ അയച്ചതായ ആമേൻ ഉദ്ദേശം എന്താണ്? ഈ പട്ടണത്തിൽ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു? കർത്താവിനെ എന്തിനാണ് ഇവിടെ ആക്കിയിരിക്കുന്നത്? വാട്ട് ഈസ് മൈ റോൾ ഇൻ ദിസ് സിറ്റി? എൻ്റെ കുടുംബത്തെ എന്തിനാണ് കർത്താവ് ഇവിടെ വച്ചിരിക്കുന്നത്? ഓ ഹല്ലേലൂയ. ഓ റബല ശന്ദന റീമാ മാമാ മാമാ. ശത്രു പഠിപ്പിച്ച് വച്ചിരിക്കുക. ഇതാണിപ്പോൾ തോട്ട് പാറ്റേണായിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ചിന്തിക്കുമ്പോൾ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ആ തോട്ട് പാറ്റേണെ ഇന്ന് രാത്രികാലം ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ പോകാവോ? ഈ 21 ദിവസം അപ്പൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയത് വെറുതെ ആകരുതേ. ഈ 21 ദിവസം ദൈവസന്നിധിയിൽ സത്യസന്ധത പുലർത്തി വിശന്ന് ജോലിക്ക് പോയി വേല ചെയ്ത് ആമേൻ ഈ ഹോളിനകത്ത് വന്ന് അപ്പൻ്റെ സന്നിധിയിൽ പട്ടിണി ഇരുന്നു എന്നാകരുത്. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, ഞാൻ വിടുവിക്കപ്പെട്ടു, ദൈവം എന്നെ മാനിച്ചിരിക്കുകയാണ്. ഓ, ഇതിലും അധികമായത് കാണാനായിട്ട് കർത്താവ് ഈ രാത്രികാലം ഇടപെടട്ടെ. ഓ റബ ലബ റിബി ഷറ ബല റബ. പരിശുദ്ധാത്മാവ് എന്തൊക്കെയാണോ ഇതിനകത്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ വെറുതെ പറയുവല്ല. ആമേ സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക് പ്രിയരെ. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക് പ്രിയരെ. ബിയോണ്ട് യുവർ ലിമിറ്റേഷൻസ്, ബിയോണ്ട് യുവർ തിങ്കിങ്, ബിയോണ്ട് യുവർ എക്സ്പെക്ടേഷൻ, ബിയോണ്ട് യുവർ മൈൻഡ് സെറ്റിംഗ്. ഓ, ഗാഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ഗ്രേറ്റ് ടുഡേ. യേശുവിൻ്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ കൂട്ടായ്മയ്ക്കകത്ത് അതിരുകൾ അപ്പുറമായി പ്രവർത്തിക്കുന്ന ശക്തി ഏറ്റെടുത്തുകൊണ്ട് ചില ശിംശോന്മാർ എഴുന്നേൽക്കട്ടെ, ചില ദാവീദുമാർ എഴുന്നേൽക്കട്ടെ. ഓ, യേശുവിന്റെ നാമത്തിൽ അപ്പന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കുന്ന ചില യോസേഫുകൾ എഴുന്നേൽക്കട്ടെ. അപ്പന് വേണ്ടി ഓ പോമേൽ യുദ്ധം ചെയ്യുന്ന ചില ദെബോറാക്കൾ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ഓ റബ ലിബി റബ 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 അന്തന രഗടക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വേറൊരു കൂട്ടം അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്നു. സ്തോത്രം. നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കൂട്ടരാണ് പ്രൈസ് ദി ലോർഡ് പൗലോസും സീലോസും, ഇല്ലേ? സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നോടൊപ്പം വരണം, ട്രാൻസ്ലേറ്റ് ചെയ്യണം. നിങ്ങളാണ് എന്നെ സഹായിക്കാൻ പോകുന്നത്. കർത്താവ് നമ്മെ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 19-ാമത് വാക്യം പറയുന്നു, യജമാന്മാർ അവരുടേതായ നിന്നുപോയി, ലാഭത്തിൻ്റെ ആശ നിന്നുപോയി. ഈ ഒറ്റ കാരണം മുഖാന്തരം പൗലോസും ശീലാസും ഇപ്പോൾ അകത്താ. മനസ്സിലായോ? ഈ ഒറ്റ കാരണം. പൗലോസും ശീലാസും എന്തിനാ പിടിച്ച് അകത്തിട്ടെ? ഇനി ബൈബിൾ വായിക്കണ്ട. പൗലോസിനും ശീലാസിനും എന്തിനാ പിടിച്ച് അകത്തിട്ടെ? സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ ശത്രുവായവളെ, നീ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. ഞാൻ ഇരുട്ടത്തിൽ ഇരുന്നാൽ യഹോവ എന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാം. ഞാൻ വീണാലും അവൻ എന്നെ എഴുന്നേൽപ്പിക്കും. ഞാൻ വീണാലും എഴുന്നേറ്റാലും ഇരുട്ടത്തിൽ കിടന്നാലും എൻ്റെ കാര്യം നോക്കുവാൻ എൻ്റെ അപ്പനുണ്ട്. നീ ആരാ? ഞാൻ വീഴും, സ്തോത്രം, ഞാൻ എഴുന്നേൽക്കും, ഞാൻ അന്ധകാരത്തിലാകും. ഇത് എന്ത് ചെയ്താലും എൻ്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചനും. നീ ആരാ? യേശുവിൻ്റെ നാമത്തിൽ. ചങ്കൂറ്റമുണ്ടോ? ധൈര്യമുണ്ടോ? പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ് ഒരു ഭവനത്തിൻ്റെ കാവലാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് ഒരു ഭവനത്തിൻ്റെ കാവലാണ്. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരു സഭയുടെ കാവലാണ്. യേശുവിൻ്റെ നാമത്തിൽ വീണാലും എഴുന്നേറ്റാലും എന്നെ ചുമക്കുവാനും താങ്ങുവാനും എൻ്റെ ദൈവമുണ്ട്. ലാഭത്തിൻ്റെ ഇത് നിന്നു പോയപ്പോൾ പിടിച്ചകത്തിട്ട് ഇട്ടപ്പോൾ ഇവരുടെ സാഹചര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. അടിമേടിച്ചിട്ടുണ്ട്. സ്തോത്രം. കാല് ആമത്തിലിട്ട് പൂട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ഇതെല്ലാം ഏറ്റാണ് ഈ രാത്രിയിൽ സ്തോത്രം ഈ പൗലോസും ശീലാസും എന്തിരിക്കുന്നു?
പ്രൈസ് ദി ലോർഡ്. അതിനേക്കാളും വലിയ വലിയ തെറ്റുകളെല്ലാം ചെയ്തിട്ട് സ്തോത്രം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ചിട്ടല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത്? അല്ലേ നമ്മൾ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഇപ്പോഴല്ലേ വെള്ളയിട്ട് നമ്മളൊക്കെ ഇപ്പോഴല്ലേ ഒന്ന് ഓക്കെ ആയത്? അല്ലേ പറയുന്നേ അല്ലേ? നമ്മളെ ഇപ്പോഴല്ലേ കർത്താവ് ഈ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്? നമ്മൾ ഇരുട്ടിലല്ലായിരുന്നോ? നമ്മൾ ദൈവമില്ലായിരുന്നോ? നമ്മളും യേശുവിലായിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഇവർ അകത്ത് കിടക്കുന്നതിൻ്റെ മെയിൻ റീസൺ അവരുടെ വരുമാനം നിന്നുപോയി. കാരണം അവരുടെ ദേഹത്തിൽ നിന്ന് ഭൂതം പോയപ്പോൾ വരുമാനം നിന്നുപോയി. സ്തോത്രം. ഈ ഒറ്റ കാരണം പറഞ്ഞ് അകത്തോട്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ കാല് തിരുമൂട്ടിയിട്ടുണ്ട്, അടിമേടിച്ചിട്ടുണ്ട്, ഇവർക്ക് എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവർ കംപ്ലീറ്റഡ് സ്തോത്രം ഇവരെ ബന്ധിച്ചാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ പ്രൈസ് ദി ലോർഡ് 78 അവയവങ്ങളുള്ള ഈ ശരീരത്തിൽ ഒരു അവയം മാത്രം തുറന്നിരിക്കുന്നു, ഹൃദയം. യഹോവ എനിക്ക് നന്മ ചെയ്തുകൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ഹല്ലേലൂയ. ഇന്ന് അതിരങ്ങളെല്ലാം തുറക്കട്ടെ. ആമേൻ. 1000 സ്തോത്രമെങ്കിലും കുറഞ്ഞത് പറഞ്ഞിട്ട് വേണം ഈ ഹോളിൽ നിന്ന് ഇറങ്ങി പോകണം. ഈ പ്രയർ മീറ്റിങ്ങിൽ 1000 സ്തോത്രമെങ്കിലും പറഞ്ഞിട്ട് വേണം പോകുന്നത്. അല്ലെങ്കിൽ ഉറക്ക പ്രൈസ് ദി ലോർഡ്. ഈ ശരീരത്തിലിരിക്കുക 78 അവയവത്തിനകത്ത് ഈ നാവ് ദൈവത്തെ സ്തുതിക്കാനാ. ആ ഡ്യൂട്ടി ആ നാവ് ചെയ്തില്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയാനായിട്ട് ഈ ചെയ്യുന്നത് മുഴുവനും വേസ്റ്റാണ്. ഭക്ഷണത്തിൻ്റെ രുചി അറിയാനല്ല, ദൈവത്തെ സ്തുതിക്കാനായിട്ടാണ് ദൈവം സ്തോത്രം നമുക്ക് നാവ് തന്നിരിക്കുന്നത്. 1000 സ്തോത്രമെങ്കിലും കുറഞ്ഞത് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാവൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവരകത്തിട്ടിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് ഒരു ഇല്ലീഗൽ റീസൺ ആണ്. ഏതോ ന്യായമില്ലാതെ കാരണം കൊണ്ട് അകത്തിട്ടിരിക്കുകയാണ്. പക്ഷേ സ്തോത്രം അവരുടെ കാലിനെ ബന്ധിക്കുവാൻ കഴിഞ്ഞ ശത്രുവിന്, മനുഷ്യരിന്, അവരുടെ ശരീരത്തെ അടിച്ച് ഇല്ലാതാക്കുവാൻ കഴിഞ്ഞ മനുഷ്യനും ശത്രുവിനും, അവരെ ബന്ധിക്കുവാൻ കഴിഞ്ഞ മനുഷ്യനും അവരുടെ ഹൃദയത്തെ പൂട്ടുവാൻ കഴിഞ്ഞില്ല. അർദ്ധരാത്രിയിൽ, പകലിൽ പ്രാർത്ഥിക്കുന്നത് കഷ്ടം പാസ്റ്ററെ, അർദ്ധരാത്രി ഏവനാ പ്രാർത്ഥിക്കുന്നത്? പാസ്റ്റർ ഒന്ന് ചുമ്മാരി, തമാശ ഒന്നും പറയാതെ. ഇല്ല, അർദ്ധരാത്രിയിൽ ഇവരെന്ത് ചെയ്തു? 3 കാര്യങ്ങൾ ചെയ്തു. ഇവർ പ്രാർത്ഥിച്ചു, ഇവർ പാടി, ഇവരെന്ത് ചെയ്തു? ദൈവത്തെ സ്തുതിച്ചു. 3 കാര്യങ്ങളാണ്. അടിവുണ്ട്, പ്രൈസ് ദി ലോർഡ്, വേദന ഉണ്ട്, ആമേൻ, സ്തോത്രം എല്ലാം ഉണ്ട്. പക്ഷേ മനുഷ്യരെ, നിങ്ങൾക്ക് എൻ്റെ ജോലിയെ മുടക്കുവാൻ കഴിയും. മനുഷ്യരെ, എൻ്റെ സാമ്പത്തികത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് മുടക്കുവാൻ കഴിയും. മനുഷ്യരെ, നിങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ ശരീരത്തിൽ വേദനകൾ നിങ്ങൾക്ക് നൽകുവാൻ കഴിയും. എന്നാൽ അകത്തും ഒരു മനുഷ്യനുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാളിൽ എൻ്റെ അകത്തുണ്ടായ ഒരു തീ ഇപ്പോഴും എൻ്റെ അകത്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അടക്കുവാനും അതിനെ അണയ്ക്കുവാനും ആർക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ ആത്മാവിലായി പ്രൈസ് ദി ലോർഡ് ശക്തി പ്രാപിച്ച ആ ശക്തി എൻ്റെ അകത്ത് ഉണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ സ്വർഗം ഇറങ്ങി വരോ? ഞാൻ ആരാധിച്ചാൽ ചില വിടുതലുകൾ നടക്കും. എൻ്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കോ? അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ ഹൃദയം തുറക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്കുള്ള ദൂതാണ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾക്കുള്ള ദൂതാണ്. 3 കാര്യങ്ങൾ അവർ പ്രാർത്ഥിച്ചു, പാടി, ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ശരീരം കൊണ്ടായിരിക്കില്ല, മനസ്സുകൊണ്ടായിരിക്കും, നാവ് കൊണ്ടായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെ പുത്രനും ഇസഹാക്കിൻ്റെ പുത്രനും യാക്കോബിൻ്റെ പുത്രനും, യാക്കോബ് കഴിഞ്ഞ് റൂബൻ്റെ പുത്രനും വരുന്നതിന് പകരം യഹൂദ. എന്തിനാ യഹൂദ വന്നേ? ദൈവത്തെ സ്തുതിക്കുന്നവൻ മുമ്പിലിരിക്കണം. സത്യസന്ധതയോട് ദൈവത്തെ ആരാധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ലാസ്റ്റ് ഇരിക്കത്തില്ല, നിങ്ങൾ മുമ്പിലിരിക്കും. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് റെക്കമെൻഡർ. അവനാണ് നമുക്ക് ഏറ്റവും വലിയ റെക്കമെൻഡർ. ഈ പട്ടണത്ത് വന്ന് ഞാൻ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു സത്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഏറ്റവും വലിയ റെക്കമെൻഡർ എൻ്റെ യേശുവാണ്. എനിക്കറിയാവുന്ന ഏറ്റവും വലിയ ഒരു റെക്കമെൻഡർ എൻ്റെ യേശുവാണ്. എനിക്ക് ഈ പട്ടണം പുതിയതാണ്. ഈ ഇവിടെ ഇരിക്കുന്ന ആരെയും എൻ്റെ അപ്പന് പുതിയതല്ല. ഞാൻ നിങ്ങൾക്ക് പുതിയതാ, എൻ്റെ അപ്പന് ഞാൻ പഴയതാ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ എൻ്റെ യേശുവാണ് ദ ഗ്രേറ്റസ്റ്റ് റെക്കമെൻഡർ. ഏതൊരു സാഹചര്യത്തിലും യോസേപ്പിന് എൻ്റെ കർത്താവ് ഗ്രേറ്റസ്റ്റ് റെക്കമെൻഡർ ആയിരുന്നു.
ദാവീദിന് കർത്താവ് ഏറ്റവും റെക്കമെൻഡ്, ഏത് കാട്ടിൽ കടന്നാലും ദാവീദേ നിന്നെ പിടിച്ചോണ്ട് വരും. ഏത് മറവിലിരുന്നാലും ഏത് കുഴിയിലിരുന്നാലും നിന്നെ കർത്താവ് കൊണ്ടുവരും. ശരബല ദിയാന്തര. കാരണം നീ ഗിറ്റാർ വായിച്ചെങ്കിൽ മാത്രമേ ദുരാത്മാവ് പോകുകയുള്ളൂ. മോശെ ഗിറ്റാർ വായിച്ച ദുരാത്മ പോകത്തില്ല. അതുകൊണ്ട് ഗിറ്റാർ വായിക്കാൻ നീ തന്നെ വേണം. ദാവീദേ നിന്നെ ദൈവം കൊണ്ടുവന്നിരിക്കും. നീ തന്നെ വായിക്കണം, നീ തന്നെ വായിക്കണം. ശിംശോനെ പച്ച താടയല്ലേ, നീ തന്നെ എടുക്കണം. അത് മോശ എടുത്താ പോരാ, നീ തന്നെ എടുക്കണം. ചിലരുടെ മുമ്പിൽ എനിക്ക് തെളിയിക്കാനുണ്ട്. മോശേ, ഓ റബ ലബ റബ ശന്തല റബന റബ. മോശേ നീ കയ്യിൽ വടി എടുക്കണം. നീ കിന്നരം എടുക്കേണ്ട, നീ പച്ചത്ത കാടയിൽ എടുക്കേണ്ട, നീ വടി എടുക്ക്. തിരിച്ചറിവ് ഉണ്ടാകട്ടെ, തോട്ട് പാറ്റേൺ ചേഞ്ച് ആകട്ടെ. സഹോദരിമാരെ, നിങ്ങൾ സാധാരണമായി നിങ്ങൾ ചിന്തിക്കേണ്ട, എല്ലാ സഭകളുടെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് സഹോദരിമാരാ. ആമേൻ, ആമേൻ, സ്തോത്രം. ഇവിടെ മാത്രമല്ല, ആമേൻ, ഈ ഉലകത്തിലിരിക്കുന്ന എല്ലാ സഭകളുടെയും ആമേൻ നട്ടെല്ല് സഹോദരിമാരാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഒരുപക്ഷെ സ്തോത്രം ഹല്ലേലൂയ വലിയ ഫാഷൻ ഇല്ല, വലിയ സ്റ്റൈലില്ല, വലിയ ഇതൊന്നുമില്ല. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കകത്ത് പ്രൈസ് ഈ സഭയെ നിർത്താനുള്ള എല്ലാ വിറ്റമിൻസും ഉണ്ട്, എല്ലാ കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്, എല്ലാ കാൽസ്യം ഉണ്ട്, എല്ലാ പ്രോട്ടീനും ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും കുറച്ച് വിലയിടരുത്, ഒരിക്കലും കുറച്ച് വിലയിടരുത്. ഇവരിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തടവുകാർ എന്ത് ചെയ്തു? ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ആമേൻ. ഇവരുടേതായ പ്രാർത്ഥനയും ഇവരുടേതായ സ്തോത്രവും ഇവരുടേതായ സ്തുതിയും, there are some people who was hearing. അവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇത്ര ആളുകൾ മാത്രമേ ഇവരുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് എന്തുണ്ടായി? ഈ പെട്ടെന്ന് പറയുന്ന ഈ സംഭവം അല്ലെങ്കിൽ ഈ ഒരു കാര്യം, സ്തോത്രം, സഡൻലി എന്ന് പറയുന്ന കാര്യം, ആ ഒരു ടൈമിംഗ് അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, സ്വർഗമാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായോ? പെട്ടെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ശുശ്രൂഷയിലായിരിക്കുന്ന, സ്തോത്ര കുടുംബജീവിതത്തിലായിരിക്കുന്ന ആമേൻ ദൈവമക്കളോടുകൂടി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിക്കട്ടെ. പെട്ടെന്ന് ചിലത് നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. അത് ഞാനാ തീരുമാനം. ദാറ്റ് ഈസ് മൈ ടൈം. ആമേൻ. നമ്മുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട് അല്ലേ? ഇതിനൊരു സമയമുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു സമയമുണ്ട്. ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന സ്തോത്രം, ഇവിടെ ക്ലോക്കിനൊരു സമയമുണ്ട്. ഇതിനെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും 5, 2, 3 മിനിറ്റുകളെല്ലാം നമ്മുടെ അനിഷ്ടമനുസരിച്ച് നമ്മൾ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ വെച്ച്. പക്ഷേ സ്വർഗത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട്, അതിന് 1 സെക്കൻഡ് പോലും ഡിലേ ഇല്ല. എൻ്റെ ക്ലോക്ക് സ്വർഗത്തിലായിരിക്കുന്നത്, അത് റൈറ്റ് ടൈമിലാ, അത് എനിക്ക് വേണ്ടി പ്രവർത്തിക്കൂ. എൻ്റെ ക്ലോക്ക് സ്വർഗത്തിലാ, ഞാൻ ആ ക്ലോക്ക് നോക്കിക്കൊണ്ടാ യാത്ര ചെയ്യുന്നത്. ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാ. ലോകത്തിൻ്റെ സമയങ്ങൾ, ലോകത്തിലെ മനുഷ്യൻ്റെ വാക്കുകൾ, ലോകത്തിൽ നിനക്ക് കിട്ടുന്ന ആദരവ്, ലോകത്തിൽ നിനക്ക് കിട്ടുന്ന ആശ്രയം, ഇതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ ആശ്രയം അവിടെ നിൽക്കുമ്പോൾ മനുഷ്യരെ എന്തിനാണ് നോക്കുന്നത്? ആരാധിക്കുന്ന ദൈവ പൈതലെ യേശുവിനെ നോക്ക്, ആ ക്ലോക്കിനെ നോക്ക്. എനിക്ക് വേണ്ടി ആമേൻ റൈറ്റ് ടൈമിൽ ആമേൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. എന്ത് സംഭവിച്ചു? തടവുകാർ കേട്ടുകൊണ്ടിരുന്നു. ആമേൻ. നമ്മുടെ പ്രാർത്ഥന ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, they were praying, continuous tense ആണ്. അപ്പോൾ അവരുടെ പ്രാർത്ഥന ഇവർ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മനസ്സ് ക്ഷീണിച്ചില്ല. അരമണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ ഒന്നും നടക്കുന്നില്ല എന്ന് ചിന്തിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്നും കാണുന്നില്ലോ എന്ന് ക്ഷീണിച്ചില്ല. സ്തോത്രം. ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ്, മനുഷ്യൻ്റെ പ്രയത്നങ്ങളെല്ലാം എന്ന് അവസാനിച്ചു എന്ന് ഒരു സാഹചര്യം വരുന്നു, അതുവരെ ദൈവം വെയിറ്റ് ചെയ്തിരിക്കും.
നമ്മുടെ പ്രയത്നങ്ങളും നമ്മുടെ എഫേർട്സ് എല്ലാം എപ്പോൾ തീർന്നു, ഇനി എനിക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല കർത്താവേ, ശക്തിയില്ല കർത്താവേ, അങ്ങ് പ്രവർത്തിച്ചാട്ടെന്ന് വാ തുറന്ന് എപ്പോൾ പറയുന്നു, അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി തുടങ്ങുന്നത്. ആ സമയം വരെ ദൈവം സൈലന്റ് ആണ്. നമ്മുടെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും മിടുക്ക് കൊണ്ടും സാമർഥ്യം കൊണ്ടും എന്തൊക്കെയെല്ലാം കാര്യങ്ങൾ ചെയ്തോ അത് ചെയ്യാൻ കർത്താവ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ചെയ്തോ ചെയ്തോ ചെയ്തോ. ഒരു അവസ്ഥ വരണം, എങ്ങനെ? കർത്താവേ, അങ്ങ് പ്രവർത്തിച്ചിട്ടല്ലാതെ ഈ വിഷയത്തിന് മീത് പ്രൈസ് ദി ലോർഡ് അനേകരെ കൊന്നു കുഴിച്ചതായ ദാനിയേലിന്റെ മുമ്പിലിരുന്ന് സിംഹത്തിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. ഞാൻ കാട്ടിലെ രാജ, ഇതിനകത്തും രാജ, ഞാൻ ആമേൻ സ്തോത്രം, എൻ്റെ മുമ്പ് ഭയക്കാതെ ആരുമില്ല. പക്ഷെ ദാനിയേലേ, നിന്റെ മുഖത്ത് പോലും നോക്കാൻ ആ സമൂഹത്തിന് ധൈര്യമില്ല. എന്തിനറിയാമോ? സ്തോത്രം, നീ സേവിക്കുന്ന ദൈവം ആരാന്ന് ദാവീദേ, you have the great acknowledgement that God who I'm worshiping and whom I'm serving. തിരിച്ചറി ദൈവജനമേ, ഈ രാത്രികാലം സാധാരണമായി ചിന്തിക്കുന്നത് നമ്മൾ ആരാധിക്കുന്ന ദൈവം അഖിലാണ്ടത്തെ ഉടയവനാണ്. കേവലം 10-13% മാത്രം ചിന്തിക്കുവാൻ കഴിയുള്ള ഈ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൊണ്ട് ഈ അഖിലാണ്ടത്തെ ഉടയ മഹാദൈവത്തെ ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വഴികൾ അഗോചരമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വഴികളല്ല, നമ്മൾ പ്ലാൻ ഇടുന്ന വഴികളല്ല, ദൈവത്തിന്റെ വഴികൾ അഗോചരമാണ്. വേറെ വഴിയൊന്നും ഇല്ലാന്നിട്ടല്ല ചെങ്കടൽ മുമ്പിൽ കൊണ്ടുവന്നത്. The master only knows master plan. നമുക്കറിയത്തില്ല. Master only knows the master plan. Creator only knows about the creation. ദൈവത്തിന് അറിയത്തില്ല നീ 17 വയസ്സിൽ പ്രാപിച്ച വാഗ്ദത്തം 30 വയസ്സിലാ യോസേഫേ നീ പ്രാപിച്ചു. 13 വർഷം ഞാൻ മറച്ചു വച്ചു, ഞാൻ വെളിപ്പെടുത്തിയില്ല. കാരാഗ്രത വെളിപ്പെടുത്തിയില്ല, പൂർത്തിമാരുടെ കാര്യം വെളിപ്പെടുത്തിയില്ല, ഞാൻ മറച്ചു വച്ചു. 30ാം വയസ്സിൽ ഞാൻ എന്നെ ഉയർത്തി. ഇത് എൻ്റെ വഴിയാണ്, ഞാനാണ് ഈ വഴിയെ തീരുമാനിക്കുന്നത്. ദൈവ പൈതലിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് നാട്ടുകാരും മറ്റാരുമല്ല, എൻ്റെ ദൈവമാണ്. പ്രാഗൽഭ്യത്തോട് ഇന്ന് രാത്രികാലം പറയുക, ഓ ഹല്ലേലൂയ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗം ശരിയായ സമയത്ത് ഈ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. They were praying, singing. ഏതുവരെ അവർ പ്രാർത്ഥിച്ചു? ഭൂകമ്പം വരുന്നത് വരെ പ്രാർത്ഥിച്ചു. അങ്ങനെയല്ലേ? ഒരുത്തൻ ഉറങ്ങിക്കൊണ്ടിരിക്കുക, അവൻ്റെ ഉറക്കളപ്പിക്കണമെങ്കിൽ ഇവർ ഉറക്കളയ്ക്കണം. മനസ്സിലായോ? സാധാ പ്രാർത്ഥന കൊണ്ട് ഈ കാരാപ്രമാണി ഒന്നും കേട്ടില്ല, അവിടെ ഒന്നും നടന്നില്ല. അവൻ എഴുന്നേൽക്കണമെങ്കിൽ ഭൂകമ്പം വരണം. ചില അധികാരങ്ങൾ ഇളകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന തുടരണം. നമ്മൾ ഉറങ്ങിയാൽ നമ്മുടെ വാഗ്ദത്തവും ഉറങ്ങും. നമ്മൾ ഉറങ്ങിയാൽ നമ്മുടേതായ ആലോചനകളെല്ലാം ഉറങ്ങും. ദൈവ പൈതലേ, ഉറങ്ങരുത്, 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 ഉറങ്ങരുത്. ആരാധന, സ്തുതി എന്ന് പറയുന്നത് ആയുധമാണ്. പ്രാഗൽഭ്യത്തോട് പറയാം പ്രിയമുള്ളവരെ, വളരെ പ്രാഗൽഭ്യത്തോട് പറയാം. എൻ്റെ മാതാവ് അപ്പൻഡിക്സിൻ്റെ ആണെന്ന് തോന്നുന്നു, ശരി, ഒരു ഓപ്പറേഷൻ മുഖാന്തരം ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി. നാട്ടിൽ നിന്ന് ഞാൻ പോകുകയാണ്. കൊല്ലത്ത് താമസിച്ചിരുന്ന സമയത്ത് വീടിൻ്റെ താക്കോല് സാധാരണ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ എല്ലാ ഒറിജിനൽസും ഞാൻ കൊണ്ടുപോകാറുണ്ട്. എന്തെങ്കിലും ആവശ്യം വന്നാൽ ആധാർ കാർഡോ പിള്ളേരുടെ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ആവശ്യമുണ്ടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഞാൻ ബാഗിൽ വെച്ച് കൊണ്ടുപോകാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ അമ്മ മധുരയിൽ വെച്ചാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇപ്രകാരം സ്തോത്രം അമ്മയെ കാണാൻ പോയ സമയത്ത്, സ്തോത്രം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ഈ പോയ ആ ഒരു വേഗത്തിൽ ബാഗ് കൊണ്ടുപോയി, ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ബാഗ് കൊണ്ടുപോയി റാക്കിൽ വെച്ചിട്ട്, അവിടെ ഇരുന്ന വിസിറ്റേഴ്സിൻ്റെ റാക്കിൽ വെച്ചിട്ട് അമ്മയെ കാണാൻ എന്നെ അകത്തു പോയി. ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ച് എൻ്റെതായ ബാഗ് വെച്ച സ്ഥലത്ത് വന്ന് നോക്കിയപ്പോൾ എൻ്റെ ബാഗ് കാണുന്നില്ല. ദൈവമേ, പഠിച്ചതെല്ലാം പോയി, ആധാരം പോയി, പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റും പോയി, ഒരു തെളിവില്ലാതായി. എൻ്റെ കർത്താവേ,
ആരോടും പറഞ്ഞില്ല. അപ്പയോട് ചെന്ന് പറഞ്ഞു, അപ്പാ ബാഗ് മിസ്സായി. എൻ്റെ അപ്പൻ നല്ല പോസിറ്റീവ്, ഒരു ഓപ്റ്റിമിസ്റ്റാണ്. ഒരു സാഹചര്യത്തിലും അപ്പൻ നെഗറ്റീവ് സംസാരിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പന് ദൈവം തന്നിട്ടുണ്ട്. അപ്പം വന്ന മോനെ വിഷമമില്ലടാ, ധൈര്യമായിട്ടിരി. നമ്മൾ അപ്പന്മാരെല്ലാം ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നമ്മുടെ ഒറ്റ ഒരു അക്ഷരം മതി കുഞ്ഞുങ്ങളെ ജീവിപ്പിക്കും. നമ്മുടെ ഒരു ചെറിയ ഒരു വേർഡ് മതി ഇവരെ ജീവിപ്പിക്കും. എവിടെയാണ്ടോ എങ്ങനെയാണ്ടോ എൻ്റെ അപ്പം പറഞ്ഞതാ. ആമേൻ, സ്തോത്രം. അത് സ്തോത്രേ, ആമേൻ. എൻ്റെ അപ്പം എന്ത് ചെയ്തു? സാരമില്ലടാ മോനെ, പ്രാർത്ഥിക്കാം. അപ്പോൾ ബാഗ് കാണാതെ പോയി. എൻ്റെ ഫുള്ള് പോയി എന്ന് വെച്ചോ. ബാഗ് പോയി, ആദ്യ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ ഞാൻ പോയി പഠിച്ചത് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നുമില്ല. ഭയങ്കര കഷ്ടമാണ് തിരിച്ചെടുക്കുന്നത്. അപ്പോൾ വൈകിട്ട് മുതൽ ഞാൻ സെക്യൂരിറ്റിമാരെല്ലാം ചോദിച്ചു. അവരെല്ലാം ക്യാമറയെല്ലാം ചെക്ക് ചെയ്തു. ഇവരെല്ലാം ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു, സോറി സാർ, ഞങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഒന്നാം ദിവസം ഞാൻ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ വീട്ടിൽ പോകുമ്പോൾ എൻ്റെ ബാഗുമായിട്ട് ഞാൻ പോകും. വിശ്വാസത്തോട് ഞാൻ അങ്ങ് പറയുക, മനസ്സിൻ്റെ അകത്ത് ഉള്ളിൽ ടപ്പ് ടപ്പിന് അടിക്കുന്നുണ്ട്. എന്തായാലും അപ്പനെ കുറച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകും, ഞാൻ കൊല്ലത്ത് പോകും, പക്ഷേ എൻ്റെ ബാഗ് എൻ്റെ കയ്യിലുണ്ടാകും. ഒരു ഗ്രിപ്പും ഒരു പിടിയുമില്ല പറഞ്ഞു. ഒന്നാം ദിവസം കഴിഞ്ഞു, പ്രാർത്ഥിക്കുന്നു. അപ്പയോട് പറയുന്നു, എല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രണ്ടാം ദിവസമായി, മൂന്നാം ദിവസമായി, നാലാം ദിവസമായി, പ്രാർത്ഥിക്കുന്നു. 7-ാം ദിവസമായപ്പോൾ നാളെ ഡിസ്ചാർജ്. അമ്മ കൊടൈക്കനാലിലേക്ക് പോകും, ഞാൻ കൊല്ലത്തിലേക്ക് പോകും. വീടിൻ്റെ താക്കോൽ വരെ ബാഗിനകത്താണ്. മനസ്സിലാകുന്നുണ്ടോ? കൊല്ലത്ത് വീടിൻ്റെ താക്കോൽ വരെ ആ ബാഗിനകത്താണ്. സ്തോത്രം. 7-ാം ദിവസം രാത്രി, നാളെ രാവിലെ പോകണം. രാത്രി മുട്ടേ നിന്നു. സിംഷോനെ പോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, ഒരു പ്രാവശ്യം എന്നോട് മനസ്സലിയണം, എനിക്കൊരവസരം തരണം. ഇതിൻ്റെ ജീവിതമാണ്. ഇത് ഞാൻ നഷ്ടപ്പെടുത്തിയാൽ ഞാനൊരു പൊട്ടനാണ്. എന്നോട് മനസ്സിലും ഞാൻ വിഷമത്തോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? പിറ്റന്നാളായി ഈ 6-7 ദിവസവും എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഒന്നും കണ്ടിട്ടല്ല. 7-ാം ദിവസമായി. അമ്മയോട് ഗുഡ് ബൈ പറഞ്ഞു. ഇങ്ങനെ നടന്നു പോകുകയാണ്. എവിടെ? ഹോസ്പിറ്റൽ ക്യാമ്പസിൽ നിന്ന് വെളിയിൽ പോവുകയാണ്. അപ്പ പറഞ്ഞു, എന്നാലും പോവുമല്ലേ, ഒരു കംപ്ലൈൻറ്റ് ഒന്ന് പോലീസ് സ്റ്റേഷൻ കൊടുത്തിട്ട് പോ, അഥവാ കിട്ടുവാണെങ്കിൽ അവരെൻ്റെ കയ്യിൽ ഏൽപ്പിക്കട്ടെ. ശരി, അതും നല്ലതല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം കർത്താവ് നോക്കിക്കൊണ്ട് നമ്മൾ പിന്നെ എന്താ നോക്കുന്നത്? ഏത് കാര്യത്തിലും എല്ലാം കർത്താവ് നോക്കിക്കോളും. അപ്പം നമ്മളെന്താ നോക്കുന്നത്? സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. യോസേപ്പ് കാരാഗ്രഹത്തിൽ നിന്നപ്പോൾ സ്വപ്നം വെളിപ്പെടുത്തുന്നപ്പോൾ, നീ എന്നെ ഓർക്കണം കേട്ടോ. അത് യോസേപ്പ് ചെയ്യേണ്ട ഡ്യൂട്ടിയാ, അത് കർത്താവ് ചെയ്യത്തില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് അവൻ ഓർത്തത്. നമ്മൾ എല്ലാം സൈലൻ്റ് ആയിരുന്നിട്ട് യഹോവ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്? യോസേപ്പ് ചെയ്യേണ്ടത് എന്നെ ഓർക്കണം, നീ നല്ലതായിട്ടിരിക്കുമ്പോൾ എന്നെ ഓർക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ആ ഒറ്റ വാക്ക് മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു കംപ്ലയിൻറ്റ് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയപ്പോൾ അവിടെ അകത്ത് വേറൊരാൾക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കുക. തമിഴ്നാട്ടിലെ പോലീസ് അടി അറിയാമല്ലോ, ഒരാൾക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് കണ്ടപ്പോൾ പാവം അറിയണ്ട അടിച്ചുകൊണ്ടിരിക്കുന്നു. ശരി സാറേ, എൻ്റെ ബാഗ് ഇങ്ങനെ പോലെ ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കാണാതെ പോയി. അപ്പോൾ അകത്തുനിന്ന് ഒരു ലേഡി പോലീസ് പറഞ്ഞു, 1 മിനിറ്റ്, നിങ്ങളുടെ ബാഗും കാണാതെ പോയോ? ആ ശരി, ഇവിടെ വേറൊരു ബാഗും കാണാതെ പോയി എന്നാണ് ഒരാളെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ അടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യണം. 0.1% ഒരു വിശ്വാസം വന്ന് ബാഗ് കാണാതെ പോയി. അപ്പോൾ ഉടനെ സ്തോത്രം, അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്താ കളറ്? ചുമന്ന കളറ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ദൈവനാമത്തിന് മഹത്വം വേണ്ടി ഞാൻ ഈ പറയാണ്. അപ്പോൾ ഈ അടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ലേഡി പോലീസ് പറഞ്ഞു, SA റൗണ്ട്സിലുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും. SA പറഞ്ഞു, ഈ പുള്ളിയെ ബാഗ് നഷ്ടപ്പെടുത്തി ഈ പുള്ളിയെ ഒരുത്തൻ്റെ കൂടെ ബൈക്കിൽ കയറ്റി അങ്ങോട്ട് ആ വീട്ടിലേക്ക് വിട്ടു. എവിടെ? ഈ അടിമേടിച്ചുകൊണ്ടിരിക്കുന്ന ആ പുള്ളിക്കാരി ഒരു വിമന, ഒരു സഹോദരിയാണ് കേട്ടോ. അവരുടെ വീട്ടിലേക്ക് SA വരികയാണ്. ഞാൻ ഒരുത്തൻ്റെ പുറകിൽ പോവുക. ആരാ? കള്ളം ബൈക്ക് ഓടിക്കുക, ഞാൻ പുറകിൽ നിന്ന് പോവുക. ദൈവമേ, എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് നോക്കി, കർത്താവേ, എൻ്റെ കഷ്ടകാലം. കള്ളൻ്റെ പുറകിൽ യാത്ര ചെയ്ത് ഞാൻ പോവുകയാണ്. ശരി, എന്തായാലും പോയി.
വീട് തുറന്നു, അകത്തേക്ക് പോയപ്പോൾ ഒരു സ്റ്റെപ്പ് കയറി പോന്നു. വാതിൽ തുറന്നു. അകത്ത് കയറിയ ഉടനെ ആദ്യം കാണുന്ന എൻ്റെ ബാഗാണ്. ചുമന്ന കളർ ബാഗ്. ഹല്ലേലൂയാ. പക്ഷെ ബാഗ് തുറന്നാൽ ഒന്നുമില്ല. ദൈവമേ, ഈ പുള്ളിക്കാരി പൈസ വല്ലതും കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് അതൊന്നും കാണാതിൻ്റെ വിഷമത്തിൽ എൻ്റെ സർട്ടിഫിക്കറ്റെല്ലാം എടുത്ത് ആറ്റിൽ കളഞ്ഞു കാണുമെന്ന് വിഷമത്തോട് ഞാൻ അങ്ങനെ തപ്പുകയാണ്. എൻ്റെ പാൻറ്റ്, ഒരു ലോഡ് ഡ്രസ്സുകളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷർട്ടും പാൻറ്റും എങ്ങനെയോ ഗസ്സിൽ തപ്പിയെടുത്തു. താക്കോലുകൾ ഒരു 10,000 താക്കോൽ കാണും. അതിനകത്തുനിന്ന് ഒരു ഗസ്സിൽ ഇതായിരിക്കാൻ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് താക്കോലെടുത്ത് ബാഗിലിട്ടു. അപ്പോൾ ആ പോലീസ് പറഞ്ഞു, മോനെ എടാ അതിനകത്ത് വേറൊരു റൂമുണ്ട്, അവിടെയും കൂടെ നോക്ക്. അകത്തോട്ട് പോയി അവിടെയും ഫുൾ കള്ള സാധനങ്ങളാണ്. പാസ്പോർട്ടുകളുണ്ട്, വാച്ചുണ്ട്, മൊബൈൽ ഫോണുണ്ട്, ചാർജറുണ്ട്. കള്ളൻ്റെ വീട്ടിനകത്തുള്ള ഈ കാര്യമാണ് പറയുന്നേ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വിശുദ്ധിയുള്ള കാര്യമല്ല. കള്ളൻ്റെ വീട്ടിനകത്ത്, കള്ളിയുടെ വീട്ടിലല്ലേ, കള്ളിയുടെ വീട്ടിനകത്ത് പോയി എടുത്തുകൊണ്ട് അപ്പോൾ പോയപ്പോൾ ഒരു റൂം മുഴുവൻ കള്ള സാധനങ്ങളാണ്. സ്തോത്രം പറഞ്ഞുകൊണ്ട് കട്ടിലിൻ്റെ മുകളിൽ ഒരു കാല് വെച്ച്, അവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു, അതിൽ കാല് വെച്ച് ഒരു അലമാരയുടെ സെക്കൻഡ് റോയിൽ ഇങ്ങനെ കാലും വെച്ചിട്ട് എത്തി നോക്കിയപ്പോൾ എൻ്റെ ഫുൾ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട്. ഹല്ലേലൂയാ. കള്ളൻ്റെ വീട്ടിനകത്താണ് ഈ സംഭവം ഞാൻ പറയുന്നത്. ഇത് എടുത്ത് ഞാൻ അറിയാതെ ആ പോലീസുകാരിയല്ല, പോലീസുകാരനെ കെട്ടിപ്പിടിച്ചു. മനസ്സിൽ ഒരു സിറ്റുവേഷൻ ഒന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, ദൈവമേ നന്ദി. ആ സമയത്ത് ആരും കിട്ടിയില്ല. പോലീസുകാർ നന്ദി പറഞ്ഞിട്ട് പോലീസുകാരൻ എന്ത് ചെയ്യുന്നു, അവൻ ആവശ്യമുള്ള സാധനമല്ല എൻ്റെ ബാഗിന് എടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നു അത് അവിടെ വന്ന് എടുത്തോളാം, അവിടെ കിടക്കട്ടെ എന്ന്. മനസ്സിലാകുന്നുണ്ടോ? പോലീസുകാരന്മാർ ആവശ്യമുള്ള കള്ളൻ്റെ ബാഗിൽ ഇട്ടുകൊണ്ടിരിക്കും. ഞാനത് എടുത്തുകൊണ്ട് വേഗത്തിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഈ മോഷ്ടിച്ച ആളോട് പോയി ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്താ, അമ്മ നിങ്ങളെൻ്റെ ബാഗ് എടുത്തു, എൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആറ്റിൽ കളഞ്ഞില്ലല്ലോ, വളരെ നന്ദി. ഈ ബാഗ് എടുത്തുകൊണ്ട് എവിടെ പോവുക? ഹോസ്പിറ്റലിൽ പോവുക. ദൈവം ജീവിക്കുന്നുണ്ടോ? ദൈവം ജീവിക്കുന്നുണ്ടോ? എനിക്കൊരവസരം ദൈവം തന്നോ? ഹല്ലേലൂയ. ഈ ദൈവത്തെ ഞാൻ പിന്നെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? 6 ദിവസം എനിക്ക് ശോധന ഉണ്ടായി. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ സർട്ടിഫിക്കറ്റോട് തന്നെ ഇവിടുന്ന് പോകും. ശൂന്യതയോട് ചെന്നിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയണം, ഇല്ല ഞാൻ അനുഗ്രഹം പ്രാപിച്ചിട്ട് തന്നെ ഞാൻ പോകും. ദൈവം ഈ 6 ദിവസം എൻ്റെ ഹൃദയത്തിനകത്ത് ഓടിയ ആ ഒരു സ്തോത്ര പ്രാർത്ഥന ദൈവം കേട്ടു. ലാസ്റ്റ് ദിവസം എൻ്റെ പ്രയത്നങ്ങളെല്ലാം വിട്ട് പോലീസ് സ്റ്റേഷൻ പോയപ്പോൾ എല്ലാം കഴിഞ്ഞു. വീട്ടിലേക്ക് പോകുമ്പോൾ താക്കോൽ പോലും ഇല്ലാതെ വീട്ടിൽ പോകുന്നേ. അപ്പോഴാണ് ദൈവം പ്രവർത്തിച്ചത്. മനസ്സിലാകുന്ന കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. എൻ്റെ യേശപ്പച്ചൻ എന്നെ അങ്ങനെയാണ് നടത്തിയത്. ഞാൻ സേവിക്കുന്ന എൻ്റെ യേശു ആരാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്കറിയാമോ? 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 സാദ്രാക്കും മേശക്കിനും ആബേദ്നേഗോക്കും അറിയാമായിരുന്നു ഞങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണ്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കറിയാം. ഓ ശരബല ഹതുനീരഘടകന, ഞാൻ സേവിക്കുന്ന ദൈവം, ഈ പട്ടണത്തിൽ എന്നെ കൊണ്ടുവന്ന ദൈവം ആരാണെന്ന് എനിക്കറിയാം. ഇവരുടെ പ്രാർത്ഥന തുടരുകയാണ്. അടിസ്ഥാനങ്ങൾ ഇളകുന്നത് വരെ ഇവരുടെ പ്രാർത്ഥന തുടരുന്നു. പ്രൈസ് ദി ലോർഡ്. വാതിലുകൾ തുറക്കുന്നത് വരെ ഇവരുടെ പ്രാർത്ഥന തുടരുന്നു. ഭൂകമ്പം അവിടെ സംഭവിക്കുന്നത് വരെ ഇവരുടെ പ്രാർത്ഥന തുടരുന്നു. ഒരു ചെറിയ പ്രാർത്ഥനയ്ക്കും സ്തുതിക്കും ആരാധനയ്ക്കും ആമേൻ സ്തോത്രം അടിസ്ഥാനങ്ങളെ ഇളക്കുവാനും ആമേൻ ഭൂകമ്പം വരുത്തുവാനും കഴിയുമെങ്കിൽ ദൈവജനമേ, ദൈവസന്നിധിയിൽ മുട്ടൻ നിൽക്കുന്നതൊന്നും വെറുതെ അല്ല എന്ന് യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഞാൻ പറയുകയാണ്. ചിലരൊക്കെ ഇളക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യണം, മടുത്തു പോകരുത്. സ്തോത്രം. 21 ദിവസം അപ്പാ ഞാൻ പ്രാർത്ഥിച്ചിട്ടും 21 ദിവസം ഒന്നും കണ്ടില്ലെങ്കിൽ നാളെ രാവിലെ 6 മണിക്ക് മുമ്പ് ചില മെസ്സേജുകൾ വരും. ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ട് പറയാണ്, 20 ദിവസം 21 ദിവസം എനിക്ക് ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാത്തത് കൊണ്ട് സ്തോത്രം നാളെ രാവിലെ കിട്ടാൻ പോവുകയാണ്. Praise the Lord, 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 praise the Lord. ഹല്ലേലൂയ. അതുകൊണ്ട് praise the Lord കുറച്ച് വിലയിടുന്നത് എൻ്റെ ചെറിയ ഈ തലച്ചോറ് കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ പ്ലാനിനെ എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ആരെങ്കിലും ഒരാൾ ഒരു പേപ്പർ ഞാൻ തരാം, എനിക്ക് ദൈവം ദോഷം ചെയ്തിട്ടുണ്ട്, ആരെങ്കിലും എഴുതാമോ? പറ്റുമോ?
Is there anybody here? ആരെങ്കിലും ഉണ്ടോ? എൻ്റെ യേശപ്പച്ചൻ എനിക്ക് ദോഷം ചെയ്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ? പിന്നെന്തിനാ വിഷമിച്ചിരിക്കുന്നേ? കഴിഞ്ഞ നാളുകളിൽ കൂടെ ഇരുന്ന ദൈവമല്ലേ ഇപ്പോഴും കൂടെ ഇരിക്കുന്നേ? കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മാസങ്ങളിൽ, രാത്രിയുടെ യാമങ്ങളിൽ കരച്ചിലും നിലവിളിയും കേട്ട് കൂടെ നടന്ന ആ ദൈവമല്ലേ ഇപ്പോൾ കൂടെ ഇരിക്കുന്നേ? There is no overwriting for our God. മനുഷ്യന് ഓവർ റൈറ്റിംഗ് ഉണ്ട്. അവൻ എഴുതിയിട്ട് അന്നത്തെ സാഹചര്യം ഞാൻ പറയേണ്ടി വന്നു, എന്നോട് ക്ഷമിക്കണം, ദൈവത്തിന് സോറിയുമില്ല, അവന് തെറ്റുപറ്റത്തുമില്ല. There is no overwriting. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞാൽ അത് പറഞ്ഞു തന്നെ. ഒരു വള്ളിക്കും മുള്ളിക്കും മാറ്റമില്ല. ദൈവം ഓവർ റൈറ്റിംഗ് ചെയ്യത്തില്ല. നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാൽ ഞാനും നിങ്ങളെ ഉപേക്ഷിക്കും. ഇത്രയേ ഉള്ളൂ. നീ എന്നെ റെസ്പെക്റ്റ് ചെയ്താൽ ഞാൻ നിന്നെ റെസ്പെക്റ്റ് ചെയ്യും. ദൈവം അയക്കുന്ന മെസ്സേജുകൾ മൈൻഡ് ചെയ്യാതെ എത്ര പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്? ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന നോട്ടിഫിക്കേഷനുകൾ എത്ര പ്രാവശ്യം നമ്മൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ട്? നീ പ്രാർത്ഥിക്കണം, നീ ഉപവസിക്കണം, നീ ഒന്ന് ശരിയാകണമെന്നൊക്കെ വലത്തോട്ടും ഇടത്തോട്ടും തിരിയുമ്പോൾ വഴി ഇതാവുന്നു, ഇതിൽ നടന്നുകൊള്ളുവിനെന്ന് ചില നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എന്തുകൊണ്ട് നീ ശ്രദ്ധിച്ചില്ല? എല്ലാ നോട്ടിഫിക്കേഷനും ശ്രദ്ധിക്കാൻ എനിക്ക് സമയമുണ്ട്. ഞാൻ അയച്ച നോട്ടിഫിക്കേഷനെ എന്തുകൊണ്ട് നീ ശ്രദ്ധിച്ചില്ല? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം, വിലപ്പെട്ട ചില മെസ്സേജുകൾ നിന്നോട് എനിക്ക് കൈമാറുവാനുണ്ട്. വിലപ്പെട്ട ചില സന്ദേശങ്ങൾ നിന്റെ ഭവനത്തിലേക്ക് എനിക്ക് കൈമാറുവാനുണ്ട്. ആരുടെ മെസ്സേജ് ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും അപ്പൻ അയക്കുന്ന മെസ്സേജ് ഫോൺ വഴിയല്ല വരുന്നത്, ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. സ്തോത്രം. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ റിജക്റ്റ് ചെയ്യരുത്, ഇഗ്നോർ ചെയ്യരുത്, അതിനെ അറ്റൻഡ് ചെയ്യുക. ഗൂഗിൾ മാപ്പ് ചലിക്കണമെങ്കിൽ നെറ്റ് വേണം. ദൈവത്തിൻ്റെ ആ മാപ്പ് ചലിക്കണമെങ്കിൽ നെറ്റ് വേണ്ട. 24 മണിക്കൂർ നമുക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ഗൂഗിൾ മാപ്പ് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. നീ വലത്തോട്ട് തിരി, നീ ഇടത്തോട്ട് തിരി, നീ ഇന്ന വ്യക്തിയെടുത്ത് സംസാരിക്കരുത്, നീ ഈ സ്ഥലത്ത് പോകരുത്, നീ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് ദൈവം വിലക്കുമ്പോൾ അതിനെ ഒബേ ചെയ്യണം. ചില സ്ഥലങ്ങളിലേക്ക് കടന്നു പോയാൽ നിനക്ക് ദോഷം സംഭവിക്കും, ആത്മീയ ജീവിതത്തിൽ ചില കോട്ടം സംഭവിക്കുന്നു. പരിശുദ്ധാത്മ ഇടപെടുന്നില്ലേ? ചില വ്യക്തികളോട് നീ സംഭാഷിച്ചാൽ നിനക്ക് ആത്മീയത്തിന് കോട്ടം വരുമെന്ന് ദൈവം സംസാരിക്കുന്നില്ലേ? അതിനനുസരിക്കുക, അതിന് കീഴ്പ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. യേശപ്പച്ചൻ ഇല്ലാതെ എങ്ങോട്ടും പോകരുത്. പോകുന്ന വഴിയിൽ യേശപ്പച്ചൻ ഉണ്ടാകണം, കർത്താവ് ഉണ്ടാകണം. അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോകരുത്. എന്ത് കഴിവുണ്ടെങ്കിലും, എന്ത് മിടുക്കുണ്ടെങ്കിലും, എന്ത് സാമർഥ്യമുണ്ടെങ്കിലും അവനില്ലെങ്കിൽ പരാജയമാണ്. ഒരു കഴിവും വേണ്ട. അപ്പാ, ഒരു നല്ല ഒരു വിശ്വാസിയായി മാത്രം ഇരിക്കാനുള്ള ഒറ്റ കഴിവ് എനിക്കുള്ളൂ. വലിയതായിട്ട് എനിക്ക് പാടാൻ അറിയത്തില്ല, വലിയതായിട്ട് എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, വലിയ താലന്തുകളും കിഴിവുകളും കഴിവുകളും ഇതൊന്നുമില്ല. ഒരു നല്ല ദൈവ പൈതലായി അവൻ ഇരിക്കാനായിട്ട് ഒരു കോളേജും പോകണ്ട, ഒരു യൂണിവേഴ്സിറ്റിയും പോകണ്ട, ഒരു ഗുരുവിൻ്റെ ഇടയ്ക്കും പോകണ്ട. യേശപ്പച്ചന് ഇഷ്ടമുള്ള ഒരു ദൈവ പൈതലായി ജീവിക്കാൻ ആ ഒറ്റ ക്വാളിറ്റി മതി നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തും. മിടുക്കന്മാരെ അല്ല ദൈവത്തിന് വേണ്ടത്, വിശ്വസ്തന്മാരെയാ. ഒരു കഴിവ് നിങ്ങൾക്ക് വേണ്ട. ദൈവത്തോട് നന്ദി പറ. ഒരു കഴിവില്ലാതെ എന്നെ സൃഷ്ടിച്ചതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യരെല്ലാം നമ്മളെ വെറുക്കണം, മനുഷ്യരെല്ലാം നമ്മെ ഉപേക്ഷിക്കണം, മനുഷ്യരെല്ലാം നമ്മെ കൊള്ളില്ലാത്തവൻ പറയണം, മനുഷ്യരെല്ലാം നമ്മെ യൂസ്ലെസ് എന്ന് പറയണം. അവരങ്ങനെ പറയണം. ബിക്കോസ് ലോകമും ആത്മീകമും ഒരുമിച്ച് വളരത്തില്ല.
ലോകം വളരുമ്പോൾ ആത്മീയം കുറയുന്നു, ആത്മീയം വളരുമ്പോൾ ലോകം കുറയുന്നു. അത് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് അറിയാം. ഇപ്പോൾ എനിക്ക് എത്ര ശതമാനം ചാർജ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ചാർജ് എത്ര ശതമാനം ഉണ്ടെന്ന് അറിയാമല്ലോ. എംടി ആകുന്നതിന് മുമ്പ് പോയി മുട്ടലിരിക്കുക. ചാർജ് തീരുന്നതിന് മുമ്പ് പോയി മുട്ടലിരിക്കുക. 50 ആണെങ്കിൽ 100 ആക്കുക, 40 ആണെങ്കിൽ 60 കൂടെ കൂട്ടി 100 ആക്കുക. ചാർജ് എത്ര ശതമാനം നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ കുറവിനെ പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം നിറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില അടിസ്ഥാനങ്ങൾ ഇളക്കുവാൻ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് കഴിയുമെങ്കിൽ ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ശക്തിയുണ്ട്. ഇതെല്ലാം സംഭവിച്ചപ്പോൾ എന്താ നടന്നത്? കാരാപ്രമാണി എഴുന്നേറ്റു, വാതിലെല്ലാം തുറന്നു കിടക്കുന്നു, ചങ്ങലെല്ലാം പൊട്ടിയിരിക്കുന്നു. ഇവിടെ വലിയൊരു ഭൂകമ്പം നടന്നിട്ടുണ്ട്. തന്നെ താൻ കൊല്ലാനായിട്ട് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് വെളിച്ചം ചോദിക്കുകയാണ്. വെളിച്ചം. യേശു ഉള്ളവൻ ഇരുട്ടത്തിനകത്ത് അവന് കണ്ണ് കാണാം. യേശു ഇല്ലാത്തവനകത്ത് വെളിച്ചത്തിൽ ഇരുന്നിട്ടും കണ്ണ് കാണത്തില്ല. ഇതൊരു ദൂതാ. നമ്മൾ എത്ര ഇരുട്ടിൽ ഇരുന്നാലും യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണ് കാണും. പ്രൈസ് ദി ലോർഡ്. ഈ മലയാളം അറിയാതെ എന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നില്ലേ? തമിഴ് ബൈബിളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കൊന്നും ഹൃദയത്തിൽ ഉറപ്പ് വരുന്നില്ലേ? യേശു ഉണ്ടെങ്കിൽ ഏത് ഇരുട്ടത്തിനകത്തും കണ്ണുകൾ നമുക്ക് കാണാം. യേശു ഇല്ലെങ്കിൽ എത്ര വെളിച്ചത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല, നീ അന്ധന. If Jesus is with you, you are a hero. If there is no Jesus with you, you are uttermost the zero. നമ്മളെല്ലാം ഹീറോ ആവാൻ, മിടുക്കരാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒടുക്കത്തവനെ, ഞാൻ വീണ്ടും പറയാണ്, ഒന്നാമത്തവൻ അവന് മാത്രമേ കഴിയുള്ളൂ. Praise the Lord. ഇവിടെ എന്താ സംഭവിച്ചു? തന്നെ താൻ കൊല്ലാൻ പോവുകയാണ്. പൗലോസിനും ശീലാസിൻ്റെയും ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന് പോരാട്ടമായി അവർക്ക് ഭീഷണിയായിരുന്ന മനുഷ്യൻ അവൻ്റെ ജീവന് വേണ്ടി അവൻ മരിക്കാനായി ഓടിയപ്പോൾ വഴി പറഞ്ഞു കൊടുക്കുന്നത് ഒരു പ്രാർത്ഥിക്കുന്നവനായിരുന്നു. നിന്റെ ജീവന് ഭീഷണിയായിരുന്നവന് നീ നിത്യൻ്റെ ജീവൻ വഴി പറഞ്ഞു കൊടുക്കും. ഡോണ്ട് ഡു ദാറ്റ്. നീ അങ്ങനെ ചെയ്യരുത്. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. വെളിച്ചമില്ലാതിരുന്നു വെളിച്ചം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം സംഭവിച്ചപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യമുണ്ട്. പൗലോസും ശീലാസും മാത്രമല്ല ഇതിനകത്ത് ഇരിക്കുന്നത്, ഇവരുടെ കൂടെ കുറേ പേരുണ്ടല്ലേ. ഈ ജയിലിനകത്ത് കുറേ പേരുണ്ട്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കുറേ പേരുണ്ട്. അവരെല്ലാം വേറെ വേറെ തെറ്റുകൾ ചെയ്തിട്ടാണ് ഇതിനകത്ത് കിടക്കുന്ന. ക്രൂരത, കൊലപാതകം ചെയ്തവരുണ്ട്, സ്വതന്ത്രം മോഷ്ടിച്ചവരുണ്ട്, ഇതെല്ലാം ചെയ്തവരുണ്ട്. വാതിൽ തുറന്നിട്ടുണ്ട്, ചങ്ങല പൊട്ടിയിട്ടുണ്ട്, പക്ഷേ ഇവരാരും ഓടിയില്ലല്ലോ. ഈ 2 പേരുടെ പ്രാർത്ഥന അത്ര പേരുടെ സ്വഭാവം മാറ്റി. They are keep and quiet. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടോ? നമ്മുടെ ആരാധനയ്ക്ക് ശക്തിയുണ്ടോ? ചുമ്മാ കപ്പട അല്ല ഞാൻ പറയുന്നത്. ഈ കപ്പട പറയുമ്പോൾ ഈ കപ്പടക്കകത്ത് ഒരു ശക്തിയുണ്ട്. വെറുതെ അല്ല ഞാൻ അന്യഭാഷ സംസാരിക്കുന്നത്. ഞാൻ വെറുതെ അന്യഭാഷ സംസാരിച്ചാലോ പ്രൈസ് ദി ലോർഡ്, ഞാനൊരു പുതിയ യേശുവിനെ അല്ല കാണാൻ പോകുന്നത്. എൻ്റെ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം സംസാരിക്കുന്ന ആ യേശുവിനെയാണ് ഞാൻ അവിടെ പോയാലും കാണാൻ പോകുന്നത്. അവിടെ പോകുന്ന ഒരു സംസ്കാരം ആവശ്യമാണ്, ഒരു ഭാഷ ആവശ്യമാണ്. ആ ഭാഷയാണ് ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിലേക്ക് വന്നപ്പോൾ ഈ നാട്ടിൻ്റെ ഭാഷ നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ രീതികൾ അറിഞ്ഞിരിക്കണം, സ്വതന്ത്രം ഇവിടുത്തെ സംസ്കാരം അറിഞ്ഞിരിക്കണം. ഇതുപോലെ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടുത്തെ സംസ്കാരമാണ് അന്യഭാഷ. പ്രൈസ് ദി ലോർഡ്. തോട്ട് പാറ്റേൺ ചേഞ്ച് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ ആരും പരാജയപ്പെട്ടവരല്ല. പിശാച് നിങ്ങളെ പരാജയപ്പെട്ടവർ പോലെ നിങ്ങളെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾ ജയിച്ചവരാണ്. നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ തോറ്റതായിട്ട് ചരിത്രമില്ല. ഇഫ് യുവർ പ്രയർ ആൻഡ് വർഷിപ്പ് ഈസ് ജെന്യൂൻ, ദർ ഇസ് 100% ഐ എം ഡാം ഷുവർ യു ആർ എ സക്സസർ. ഫെയിലിയർ അല്ല. ദൈവമക്കളുടെ സ്തോത്രം. അബ്രഹാമും ഇസഹാക്കും മലയുടെ മുകളിൽ ഒരു സൈഡ് കയറുമ്പോൾ തന്നെ വേറൊരു സൈഡ് ആടും കയറുന്നേ.
ഇവർ ബലി കഴിക്കാന്നുള്ള ആടും കയറുന്നു വേറൊരു സൈഡ്. അബ്രഹാമേ, നീ വിശ്വാസത്തോട് നീ യാത്ര ചെയ്യേ, നീ കാണാത്ത ചില മറുപടികൾ വേറൊരു സൈഡിൽ നിനക്ക് വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ശിബരഹടമനരക. ഇത് ഒന്നും പ്രസംഗത്തിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ കണ്ടും പഠിച്ചും മനസ്സിലാക്കിയല്ല, ഞാൻ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ പുസ്തകം ഞാൻ ഉയർത്തുകയാണ്. ഓ പ്രൈസ് ദ ലോർഡ്. റിബ ലബ രബ ശന മന റിഗി. ആ പ്രാർത്ഥനയും ആരാധനയും ഇത്രയും ക്രൂരരായിട്ടുള്ള മനുഷ്യരെ മാറ്റിയെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏത് ക്രൂരനെയും നിങ്ങളുടെ പ്രാർത്ഥന മാറ്റും. ഏത് ക്രൂരനെയും അവൻ്റെ സ്വഭാവത്തെ മാറ്റും. ഏത് ക്രൂരനെയും അപ്പൻ തൊട്ട അവൻ സറണ്ടറായേ പറ്റും. നമ്മുടെ കർത്താവ് തൊട്ടാൽ അവൻ സറണ്ടറായേ പറ്റും. പിന്നെ ചിലരൊക്കെ നമുക്ക് മര്യാദ പഠിപ്പിക്കാൻ നമ്മൾ അമ്മായപ്പൻ്റെ വീട്ടിൽ കൊണ്ടുവിടും അല്ലേ? മോശെ അമ്മായപ്പൻ കൊണ്ട് വീട്ടിൽ വിട്ടില്ലേ? എന്തിനാ? ഭയങ്കര മൂർഖ കോപമാണ്. ഇവൻ അങ്ങ് കോപത്തിൽ പോയി എന്നാപ്പാ ഈ ജനത്തെയെല്ലാം നയിക്കുന്നു പറഞ്ഞാൽ ഇവൻ ഓരെണ്ണം പിടിച്ച് കൊല്ലും. അത്രയ്ക്ക് കോപമുള്ള മനുഷ്യനാ. നോ 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 നോ, നിന്നെ കൊണ്ട് പറ്റില്ല, നീ പോയി മര്യാദ പഠിക്കും അമ്മായപ്പൻ്റെ വീട്ടിൽ. നമ്മളെ കൊണ്ട് ഭൂമിയിലെയും ഏറ്റവും സൗമ്യനായി ആകുന്നത് വരെ അമ്മായപ്പൻ്റെ വീട്ടിലാണ് നമ്മൾ. യാക്കോബ് ഊടായ്പിൻ്റെ ഉസ്താദ് അല്ലേ? അപ്പനെയും പറ്റിക്കും, സഹോദരൻ പറ്റിക്കും, ആരെല്ലാം കിട്ടിക്കും, അവരെല്ലാം പറ്റിക്കും. അമ്മായപ്പനെ പറ്റിക്കാൻ പറ്റിയില്ല. കാരണം അവനേക്കാൾ വിറ്റ് കൈ കാശ് വെച്ചിരിക്കുന്ന അമ്മായപ്പൻ. അവിടെ പോയി മര്യാദ പഠിപ്പിക്കുക. നീ ഇരിടേ, അവിടെ ഇരി. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ മര്യാദ പഠിച്ച്, ദൈവമേ എന്നെ കാക്കണമേ. ചില സമയങ്ങളിൽ നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ അമ്മായപ്പൻ പോലുള്ള സാഹചര്യത്തിലേക്ക് ദൈവം നമ്മളെ അയക്കുന്നത്. There are 3 parts in the life of Moses. The first part he spent in the palace. Second part he spent in the wilderness. The third part he spent in the field of God and his children. There is a preparation. There is a preparation. ഈ പ്രിപ്പറേഷൻ മുമ്പ് ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. ആരും അങ്ങോട്ട് പ്രിപ്പറേഷനായിട്ട് വരത്തില്ല. ഞാൻ പ്രാഗൽഭ്യത്തോട് ഈ അപ്പൻ്റെ യേശുവിൻ്റെ നാമം ഉയർത്താനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടല്ല. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമ്മുടെ പുറകിൽ ഒരു കൈ ഉണ്ടായിരുന്നു, നമ്മളത് കണ്ടില്ല. നമ്മുടെ പുറകിൽ ഒരു കൈ ഉണ്ടായിരുന്നു, നമ്മളത് കണ്ടില്ല. അപ്പാ, ഞാൻ വന്നതല്ല, ദൈവം എന്നെ വരുത്തിയതാണ്. ഞാൻ നടന്നതല്ല കർത്താവേ, എൻ്റെ കരങ്ങളെ പിടിച്ച് ദൈവം നടത്തിപ്പിച്ചതാണ്. കഴിഞ്ഞ നാളുകളൊക്കെ ഞാൻ ഓടിയതല്ല കർത്താവേ, എന്നെ ഓടുവാൻ എൻ്റെ കാലുകളെ മാൻകാലുകളുടെ കാലുകൾക്ക് തുല്യമായിട്ടുള്ള കാലുകളെ എനിക്ക് ദൈവം തന്നു. സ്തോത്രം. ഈ ക്രൂരർ മാറ്റി, സ്വഭാവം മാറ്റി, ഇതെല്ലാം ചെയ്തു. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് ഈ അടിച്ചവൻ തന്നെ കൊണ്ടുപോയി അതിനു മുമ്പ് കാലി വീഴുകയാണ്. പൗലോസിനും ശീലാസിനും കാൽ ആമത്തിലിട്ട് പൂട്ടിയവൻ അവൻ്റെ കാലിൽ വീഴുന്നു. കാലെ പൂട്ടിയവൻ കാലിൽ വീഴും. നിങ്ങളുടെ വഴി മുടക്കിയവൻ നിങ്ങളുടെ മുട്ടേ വന്ന് വീഴും നിങ്ങളുടെ മുമ്പിൽ. വിശ്വസിക്കുന്നോ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ല. ആ സ്ഥിതി വല്ല നടക്കുമോ? നിങ്ങളുടെ പ്രാർത്ഥന ജെന്യൂൺ ആണെങ്കിൽ, നിങ്ങളുടെ ആരാധന സത്യസന്ധമാണെങ്കിൽ, നിങ്ങളുടെ വഴിയെ മുടക്കിയവൻ നിങ്ങളുടെ മുട്ടി വന്ന് വീഴും. രണ്ടാമത് മുറിവ്. സ്തോത്രം. ഈ മുറിവിനെ ആരാ കഴുകുന്നറിയാമോ? അടിച്ചവൻ തന്നെ മുറിവ് കഴുകുകയാണ്. ആരാണോ നമ്മളെ വേദനിപ്പിച്ചത്, ആരാണോ നമ്മളെ വിഷമിപ്പിച്ചത്, ആരാണോ മുറിവുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയത്, അവർ നമ്മുടെ മുറിവുകളെ കഴുകുവാൻ ദൈവം ഇടയാക്കും. നമ്മൾ ആരും പോയി പ്രതികാരം വരുത്താൻ ആരോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരുത്തൻ ആവശ്യമില്ലാതെ നമുക്ക് മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ നമ്മുടെ മുറിവ് കഴുകുവാൻ ദൈവം ഇടയാക്കും. ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വിചാരിക്കൂടെ ഇവിടെ മോളിൽ കാക്ക പറക്കണമെങ്കിൽ 3 മാസം കഴിഞ്ഞ് കാക്കയില്ല, പാറ്റയില്ല, പുള്ളി അങ്ങോട്ട് പറന്നുപോയി. ദൈവം എന്നെ അവിടെ ഉറപ്പിച്ചു. മനസ്സിലായോ? ഒരാൾ പുള്ളി പറയുകയാണേ,
ഞാൻ നാടും കൂടും വിട്ട് മാതാപിതാക്കളെല്ലാം വിട്ട് ഇവിടുത്തെ ശുശ്രൂഷയ്ക്ക് പോയി ഇങ്ങനെ ഇരിക്കുക. പുള്ളി പറയാ, ഞാൻ വിചാരിക്കണം ഇവിടെ ഒരു കാക്ക പറക്കണമെങ്കിൽ 3 മാസമായപ്പോൾ പുള്ളി ഔട്ടായി, ഞാൻ അകത്തായി. വലിയൊരു പദവിയിൽ നിന്ന് പുള്ളിയെ ദൈവം പുറത്താക്കി. സാധാ ലെവലിരുന്ന് ഞാൻ അവിടുത്തെ ഏതാണ്ട് ഒരു അധികാരിയായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും സ്തുതിയും സ്തോത്രവും സത്യസന്ധമാണെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട. ഇന്ന് രാത്രികാലം ധൈര്യത്തോട് നിങ്ങൾ പോങ്ങ, ധൈര്യത്തോട് നിങ്ങൾ പൊയ്ക്കൊള്ളുവിൻ. സ്തോത്രം, 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 സ്തോത്രം. ആറ് നിങ്ങൾക്ക് സഹായമില്ലെങ്കിലും സ്വർഗം നിങ്ങൾക്ക് സഹായമുണ്ട്. മുറിവുണ്ടാക്കിയവൻ മുറിവ് കഴുകുന്നു, അല്ലേ? സ്തോത്രം. അത് കഴിഞ്ഞിട്ട് അടിച്ചവൻ ഇതാ ആഹാരം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കഴിച്ചോ, കഴിച്ചോ. തമിഴ് പറഞ്ഞ സാപ്പിട്, സാപ്പിട്, കഴിച്ചോ. ആരാ പറയുന്നേ? അടിച്ചവൻ. അടിച്ചവൻ്റെ കൈ പ്രൈസ് ദി ലോർഡ് ആഹാരം വിളമ്പുന്നു. അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആഹാരം വിളമ്പിയേ പറ്റൂ. ദൈവത്തിൻ്റെ നീതിയാ. അത് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പട്ടണത്ത് വന്ന് അത് അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, അങ്ങനെയുള്ള അനുഭവമുള്ളവർ ഇതിനകത്ത് ഉണ്ട്. അടിമേടിച്ച് മൗനമായിരുന്ന് ദൈവത്തിൻ്റെ പ്രവർത്തികൾ കണ്ടവർ ഈ കൂട്ടത്തിനകത്ത് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് രക്ഷയെല്ലാം പ്രാപിച്ചു, കുടുംബമെല്ലാം രക്ഷിക്കപ്പെട്ടു. രാത്രിക്ക് രാമായണം കൊണ്ട് വീണ്ടും ജയിലിലേക്ക് വിടുകയാണ്, അല്ലേ? സ്തോത്രം. അതിൻ്റെ അർത്ഥം ആ രാത്രി അകത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ നടന്നു. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ ചില മണിത്തുളികൾ മതി, ചില സെക്കൻഡുകൾ മതി. വിത്തിൻ ദ സെയിം നൈറ്റ് എവറിത്തിങ് ഹാസ് ബീൻ ഡൺ. പിറ്റന്നാൾ ആ ലോകം ഒന്നും അറിഞ്ഞില്ല. ആരറിഞ്ഞിട്ടില്ല. ഇവർ പറയുകയാണ്, പരസ്യമായി ഞങ്ങൾ അടിച്ച് അകത്തിട്ടിട്ട് രഹസ്യത്തിൽ കൊണ്ടുപോയി പുറത്താക്കാൻ ആഗ്രഹിക്കണോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ ദൈവജനമേ. ചില മണിത്തുള്ളികൾ, ചില നാനോ സെക്കൻഡ്സ് മതി ദൈവത്തിന് പ്രവർത്തിക്കാൻ. സ്തോത്രം. നിങ്ങൾ ഇന്ന് സത്യസന്ധമായി മാറ്റിവെച്ച ചില പ്രാർത്ഥനകൾ വീണ്ടും എടുത്ത് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ രാവിലെ 6 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് മറുപടി വരും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത് പ്രഖ്യാപിക്കുകയാണ്. അത് ഈ സഭയുടെ ദൂതാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ സഭയോട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അത് ദൂതാകട്ടെ. വ്യക്തിപരമായി ചില അവസരങ്ങൾ നഷ്ടപ്പെട്ട് ചില അവസരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റീ എവാലുവേറ്റ് ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അന്ധകാരത്തിൽ നിന്ന് ദൈവം എന്നെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്നത്, സ്തോത്രം, വേറൊരു അന്ധകാരത്തിലിരിക്കുന്നവനെ പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം. വെള്ളിയെ ആരിടത്തും കാണിക്കേണ്ട, പൊന്നിനെയും ആർക്കും കാണിക്കേണ്ട, നസ്രനായ യേശുവിനെ മാത്രം കാണിച്ചാൽ മതി. വെള്ളിയെ മറച്ചു വയ്ക്കണം, പൊന്നിനെ മറച്ചു വയ്ക്കണം. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ദൈവസന്നിധിയിൽ പറഞ്ഞ ഒരു കാര്യം പറയാണ്. സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ ആരും മോഷ്ടിക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ ആരും മോഷ്ടിക്കരുത്. മോഷ്ടിച്ചാൽ ദൈവം അവിടെ മൗനമായി, നമുക്ക് ഒന്നും നടക്കത്തില്ല. മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്. കർത്താവേ, തന്നതല്ല, ഞാൻ മേടിച്ചതല്ല, ദൈവം തന്നതാണ്. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഇതെല്ലാം അപ്പനുള്ളതാണ്. ഇതൊന്നും ഞാൻ നേടിയതല്ല കർത്താവേ, ദൈവം എനിക്ക് തന്നതാണ്. ഈ ആയുസ്സും ആരോഗ്യവും ജീവനും ബലവും ഇതെല്ലാം കർത്താവ് നമുക്ക് തന്നത്, ആമേൻ, സ്തോത്രം, ആമേൻ, അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാനായിട്ടാണ്. സൽഗുണങ്ങളെ ഘോഷിക്കാനായിട്ട്. കുഞ്ഞുങ്ങളെ ഒരു ദിവസം 100 സ്തോത്രമെങ്കിലും പറഞ്ഞിരിക്കണം. സ്തോത്രം. സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ എത്ര സിൻസിയറായിരുന്നാലും പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഇത് ഔട്ട് ഗോയിങ്ങും ഇൻകമ്മിങ്ങാ. നമ്മൾ അപ്പനോട് സംസാരിക്കുമ്പോൾ ഔട്ട് ഗോയിങ്, ഹലോ ജീസസ് ക്രൈസ്റ്റ്, ഹൗ ആർ യു, വാട്സപ്പ് എന്ന് ചോദിക്കുന്നത് പോലെ യേശു നമ്മോട് സംസാരിക്കുന്നതാണ്. ദിസ് ദ ബൈബിൾ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, ഈ ദൈവം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കും. ഇത് ഇൻകമ്മിങ് കോളാണ്. ഒരു പ്രവാചകൻ നമുക്ക് വേണ്ട. നമ്മുടെ ഹൃദയത്തിൽ ദൈവം സംസാരിക്കുമല്ലേ, പിന്നെ ആരാ പ്രവാചകൻ? എനിക്കിപ്പോൾ ഓരോരുത്തരെയും തല കൈവച്ച് എനിക്ക് പ്രവചനം പറയാൻ എനിക്ക് അറിയാം.
അതല്ല, ഓരോരോ മിനിറ്റുകളും അപ്പൻ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ. പ്രവാചകന്മാർക്ക് നിങ്ങളുടെ ഈ വാഗ്ദത്തത്തെ കുറച്ചും കൂടെ സ്പീഡ് കൂട്ടുവാൻ കഴിയുമോ? ഞങ്ങൾക്ക് തലയ്ക്ക് വെച്ച് കപ്പട എല്ലാം പറഞ്ഞ് ഈ വാഗ്ദത്തം 2025 കർത്താവ് വച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് 24 ഡിസംബറിനകത്ത് ആക്കാൻ പറ്റുമോ? എന്നാൽ അപ്പൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നുകൂടെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം ശരിയാണെങ്കിൽ ലോകത്തിൽ ഏത് രാജാവിന് മുമ്പിലും ധൈര്യത്തോடு പോയി നിങ്ങൾക്ക് നിൽക്കാൻ കഴിയും. ദൈവം അയക്കുന്ന നോട്ടിഫിക്കേഷനുകളെ കളയരുത്, മിസ്സാക്കരുത്. അതിനെ അറ്റൻഡ് ചെയ്യണം. അത് ശ്രദ്ധിക്കണം. കർത്താവ് എന്നോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം. എത്രയോ മാധ്യമങ്ങളുണ്ട്, എത്രയോ വഴികളുണ്ട് യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്താൻ. അല്ലേ? സ്തോത്രം. വേണമെങ്കിൽ ചക്ക വേരിന്ന് കായ്ക്കും, അല്ലേ? മക്കൾക്കറിയാമോ? കുഞ്ഞുങ്ങളെ ഇതറിയാമോ? വേണമെങ്കിൽ ചക്ക എന്താ വാസന, ചക്കയും കടില്ല മാങ്ങയും കടില്ല എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണോ? വേണമെങ്കിൽ ചക്ക. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. If it is needed, even a jackfruit can bear fruits from the root. ഇത് ഞാൻ കണ്ടുപിടിച്ചത്, തെറ്റോ ശരിയോ എനിക്കറിയത്തില്ല. നടക്കുന്നേ. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെയെല്ലാം ചെയ്യുന്നു? യേശുവിൻ്റെ നാമത്തെ ഉയർത്തണമെന്ന് നമുക്ക് മനസ്സുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉയർത്താം. കർത്താവ് ഈ വചനങ്ങളെ നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇത്രയും സമയം അനുഭവിച്ചതിൻ്റെ സഭയോടും പ്രിയ ജെയിംസ് പാസ്റ്ററോടും ഷാജി പാസ്റ്ററോടും ഈ കൂട്ടായ്മയോടുകൂടെ നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. സ്തോത്രം. നാട്ടിൽ ആമേൻ സ്തോത്രം എന്നെ വിശ്വസിച്ച് കാത്തിരിക്കുന്ന കുറേ അമ്മച്ചിമാരുണ്ട്, ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഞാൻ സ്തോത്രം അവരെല്ലാം പ്രാർത്ഥിച്ച് നിർത്തിയിട്ട് വന്നിരിക്കുക. കർത്താവ് പോകുമ്പോൾ ഒന്നും സംഭവിക്കരുത്. സ്തോത്രം. അപ്പോൾ ആ ഒരു കൂട്ടായ്മയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഒരു കാര്യം കൂടി പറയാം, അവസാനം വരെ ഇതിനു വേണ്ടി മാത്രം നിൽക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇതിനകത്ത് ഒരു കള്ളം കപടം ഇതൊന്നും മിക്സ് ചെയ്യാതെ അപ്പന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കണം. ഇനിയും അധികമായി ദൈവപ്രവൃത്തികൾ കണ്ട് ദൈവനാമത്തെ ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവസരം നൽകിയതായ സഭയോട് നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞ് താനിരിക്കുന്നു. ഗാഡ് ബ്ലെസ് യു എവരിവൺ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.